Hello. Magic Morning. word. Magic morning. Okay. Magic morning. റെഡി ആണോ സെഷൻ അറ്റൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട്? ഓക്കെ, നമുക്കിന്ന് സേഫ് സാറുടെ സെഷനാണ്. സോ സേഫ് സാർ 2 മിനിറ്റ്സിനുള്ള ഒന്ന് ജോയിൻ ചെയ്യൂ കേട്ടോ. മണിസാറോടെ ക്യാമറ ഓണാക്കുന്ന ആൾക്കാരെ ഒന്നും കാണാനില്ലല്ലോ. മാജിക് മോർണിംഗ് സർ. ബൈസ്റ്റാൻഡർ ആണ്, ഇവിടെ നെറ്റ് ഇല്ലാത്തൊരു സ്ഥലത്താണ്. സേഫ് സാർ ഇപ്പൊ ജോയിൻ ചെയ്യൂ കേട്ടോ. ഓക്കെ. പരമാവധി ആൾക്കാരൊക്കെ കേവട്ടെ. ഇതിൽ ഐഫോൺ എന്ന് കാണുന്നത് ആരായിരുന്നു? പേരൊന്ന് പറയാവോ? ഹലോ. ഐഫോൺ എന്താ സ്വന്തം പേര് വെക്കി, സ്വന്തം പേരിൽ അറിയപ്പെടട്ടെ. അതെ, നിങ്ങൾ എല്ലാവരും ജോയിൻ ചെയ്യുന്ന സമയത്ത് ഇതിൽ പേരൊന്ന് ആഡ് ചെയ്യാട്ടോ. നമ്മളെ പേരിന്റെ അപ്പുറം ഒരു ഫോണും ഇല്ല. ഓക്കെ, സേഫ് സാർ ജോയിൻ ആയിട്ടുണ്ട്. സോ ഈ ഒരു സെഷൻ എടുക്കാൻ വേണ്ടി സേഫ് സാറെ ഇൻവൈറ്റ് ചെയ്യാണ്. സേഫ് സർ, പ്ലീസ് വെൽക്കം സർ. വളരെ നല്ല യാത്രയാണല്ലോ. സൗണ്ട് മിസ്റ്റേക്ക് ഉണ്ട്. സൗണ്ട് മിസ്റ്റേക്ക് ഉണ്ട്. വോയിസ് കുറവാണ്, വോളിയം കുറവാണ്. യാത്രയാണ്. ഓക്കെ അല്ലേ? ഓക്കെ സർ. ഓക്കെ അല്ലേ? ഓക്കെ ഓക്കെ. ഹലോ, ഓക്കെയാണ് സർ. ഓക്കെ. സോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഇന്ന് നമ്മൾ ഒരുപാട് കാലമായിട്ട് ലോ ഓഫ് അട്രാക്ഷൻ ആയിട്ട് ബേസ് ചെയ്തിട്ട് ക്ലാസ് ആണ് എടുക്കുന്നത്. ലോ ഓഫ് അട്രാക്ഷൻ ആയിട്ട് ബേസ് ചെയ്തിട്ട് കാര്യങ്ങളാണ് നമ്മൾ ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ഇന്ന് ഞാൻ സംസാരിക്കാൻ പോകുന്ന വിഷയം എന്ന് പറഞ്ഞാൽ ട്രസ്റ്റ് ദ പ്രോസസ് എന്ന് പറഞ്ഞ സബ്ജക്റ്റിനെ കുറിച്ചിട്ടാണ്. ഓക്കെ, ട്രസ്റ്റ് ദ പ്രോസസ് എന്ന സബ്ജക്റ്റ് ആണ്, അല്ലെങ്കിൽ ട്രസ്റ്റ് ദ പ്രോസസ് എന്ന മെത്തേഡ് ആണ് ഒരു മനുഷ്യന്റെ ലൈഫിൽ അയാളെ വിജയിപ്പിക്കുന്നതും പരാജയപ്പെടുത്തും. മീൻസ് നമ്മൾ ഗ്രോത്ത് നിങ്ങൾ എല്ലാവരും കേട്ട വാക്കായിരിക്കും അല്ലെ? ഗ്രോത്ത്, എക്സ്പോണൻഷ്യൽ ഗ്രോത്ത് എന്ന് പറഞ്ഞ സംഭവമുണ്ട്. ബഷീർ കാക്കനെ കുറിച്ച് അറിയാൻ വിശ്വസിക്കുന്നത്. എക്സ്പോണൻഷ്യൽ ഗ്രോത്ത് എന്ന് പറയോ ബഷീർ കാ? കോമ്പൗണ്ട് എഫക്ട് ഒക്കെ പോലെ സംഭവമാണ് എക്സ്പോണൻഷ്യൽ ഗ്രോത്ത്. അറിയോ? അതിരി കവിഞ്ഞ വളർച്ച. ഇങ്ങനെ അതിരി കവിഞ്ഞ വളർച്ച എന്നാണ് ഉദ്ദേശിക്കുന്നത്. അതെ, അതിന് കവിഞ്ഞ വളർച്ച എന്നുള്ളതാണ് എക്സ്പോണൻഷ്യൽ ഗ്രോത്ത് എന്ന് പറഞ്ഞത്. എന്താ വെച്ചാല് നമ്മൾ ലൈഫില് സക്സസ് ആയ കുറേ ആളുകളെ കുറിച്ച് പഠിച്ചതിന് ശേഷം നമ്മൾ പറയും ഭയങ്കര ഭാഗ്യവാന്മാരാണ്. ഞാൻ ഒറ്റ കാര്യം ചോദിക്കാം, നിങ്ങൾക്ക് എല്ലാവർക്കും വളരെ പരിചയമുള്ള വ്യക്തിയായിരിക്കും മമ്മൂട്ടി അല്ലേ? മമ്മൂട്ടിക്ക് ഫസ്റ്റത്തെ സിനിമയിൽ മുഖം കാണിക്കാൻ വേണ്ടിയിട്ട് മമ്മൂട്ടി എത്ര വർഷം അതിന്റെ പിന്നിൽ പ്രവർത്തിച്ചു എന്ന് അറിയുന്ന ആരെങ്കിലും ഉണ്ടോ? അതിൽ കേട്ടിട്ടുണ്ടാവും എത്ര വർഷം എന്നുള്ളത്? എത്ര വർഷം ഉണ്ടാവും? സപ്പോസ് എത്ര വർഷം ഉണ്ടാവും? നിങ്ങൾക്ക് ചാറ്റ് ബോക്സിൽ കമന്റ് ചെയ്യാം. ചാറ്റ് ബോക്സിൽ കമന്റ് ചെയ്യാം, അല്ലെങ്കിൽ പറയാം. ഓക്കെ അല്ലേ? കേൾക്കുന്നില്ലേ?
കേൾക്കുന്നുണ്ട്. കേൾക്കാം സർ. 26 വർഷം ഇല്ല, വേറെ 7 വർഷം, ഓൾമോസ്റ്റ് 7 വർഷം അല്ലെങ്കിൽ 8 വർഷം ഫിലിം ഇൻഡസ്ട്രിയിൽ എത്താനും വേണ്ടിയിട്ട് അദ്ദേഹം അതിന്റെ പിന്നാലെ നിന്നതാണ് ആ ട്രസ്റ്റ് പ്രോസസ് എന്ന് പറയുന്നത്. ട്രസ്റ്റ് പ്രോസസ് എന്ന് പറഞ്ഞാല് നമ്മുടെയൊക്കെ ലൈഫിൽ നമ്മൾ ഒരുപാട് ഗോളുകൾ സെറ്റ് ചെയ്യുന്നുണ്ട്. പക്ഷെ സെറ്റ് ചെയ്യുന്ന ഗോളുകൾ നമുക്ക് അച്ചീവ് ചെയ്യാൻ സാധിക്കുന്നില്ല. ഈ ഒരു എക്സ്പീരിയൻസിലൂടെ കടന്നുപോയ ആളുകൾ ഒന്ന് അവരുടെ എക്സ്പീരിയൻസ് ഷെയർ ചെയ്യുക, അല്ലെങ്കിൽ അവർക്ക് പറയാം. ഇങ്ങനത്തെ ഒരു എക്സ്പീരിയൻസ് ഉണ്ടായിട്ടുള്ള ആളുകളൊക്കെ ഒന്ന് ചാറ്റ് ബോക്സിൽ ഒന്ന് കമന്റ് ചെയ്തേ, എനിക്ക് ഇങ്ങനത്തെ ഒരു എക്സ്പീരിയൻസ് ഉണ്ടായിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് അതൊരു ഡിസ്കഷൻ മോഡിലേക്ക് മാറ്റാം. എന്താണ് അതിന്റെ റിയാലിറ്റി നിന്ന് നിങ്ങൾക്ക് പ്രൂവ് ചെയ്ത് കാണിച്ചു തരാം, എന്തുകൊണ്ടാണ് സംഭവിക്കാത്തത്. ഒന്ന് ചാറ്റ് ബോക്സിൽ കമന്റ് ചെയ്യാം. ചാറ്റ് ബോക്സ് കമന്റ് ചെയ്യാം. ഹലോ, കേൾക്കുന്നില്ലേ? ചാറ്റ് ബോക്സിൽ കമന്റ് ചെയ്തോ? ചെയ്തിട്ടില്ല. എക്സ്പീരിയൻസ് ഉള്ള ആരുമില്ല. നിങ്ങൾ ഗോൾ സെറ്റ് ചെയ്തിട്ട് നിങ്ങൾ സെറ്റ് ചെയ്ത എല്ലാ ഗോൾ അച്ചീവ് ചെയ്യാൻ സാധിച്ചിട്ടുണ്ടോ എല്ലാ ആളുകൾക്കും? ഇല്ല. അച്ചീവ് ചെയ്യാൻ സാധിക്കാത്ത ഒരാള് ഒരു ജസ്റ്റ് ഒരു ഡെമോ കാണിക്കാൻ, നിങ്ങൾ മോശക്കാരാക്കാൻ വേണ്ടിയില്ല, എന്തുകൊണ്ടാണെന്നുള്ളത് അതിന്റെ റിയാലിറ്റി കാണിച്ചെടുക്കാൻ വേണ്ടി ആരാണ് വീട്ടിൽ സംസാരിക്കാം. ഞാൻ ഗോൾ സെറ്റ് ചെയ്തിട്ട് എനിക്ക് അച്ചീവ് ചെയ്യാൻ സാധിച്ചിട്ടില്ല, എനിക്കത് അച്ചീവ് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. ഡെഫിനറ്റ്ലി ഈ ഒരു സെഷൻ കഴിയുമ്പോൾ നിങ്ങൾക്ക് അത് അങ്ങനെ അച്ചീവ് ചെയ്യണമെന്ന് ക്ലിയർ കിട്ടും 100%. അങ്ങനെ അതിന് എന്റെ ലൈഫിൽ ട്രാൻസ്ഫോർമേഷൻ വേണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാൾക്ക് പറയാം. ആർക്കും ലൈഫിൽ അങ്ങനെ ഗോൾ അച്ചീവ് ചെയ്യുന്നില്ലേ? വേണം സർ. വേണം, ലൈഫിൽ ഗോൾ വേണം, അച്ചീവ് ചെയ്യണം. ആരാണ് ഗോൾ വേണം അച്ചീവ് ചെയ്യാൻ നിൽക്കുക? എനിക്ക് ഒരു റിയൽ എക്സാമ്പിൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഉള്ള ഒരാൾക്ക് പറയാം. ഹലോ സാറേ. ഹലോ, ഞാനിന്റെ തടി കുറക്കണമെന്നുള്ള കുറെ കാലമായിട്ടുണ്ട് ഒരു ആഗ്രഹം. തടി കുറക്കണം എന്നുള്ളത് ഞാൻ ഉദ്ദേശിച്ച മാതിരി എനിക്കത് സക്സസ് പറ്റില്ല. ശരി, അപ്പൊ നമുക്ക് അതന്നെ ഒരു എക്സാമ്പിൾ ആയിട്ട് എടുക്കാം. തടി കുറക്കണം എന്നുള്ള സംഭവം വളരെ ബെസ്റ്റ് എക്സാമ്പിൾ ആണ്. ട്രസ്റ്റ് പ്രോസസ് എന്ന് പറഞ്ഞ സാധനം നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ട് ഇതിലേറെ ബെസ്റ്റ് എക്സാമ്പിൾ ഇല്ല. തടി കുറക്കണം എന്നുള്ളത് ഒരു ഗോളാണ് അല്ലെ? അദ്ദേഹത്തിന്റെ ഒരു ഗോളാണ് തടി കുറക്കണം എന്നുള്ളത്. എന്തുകൊണ്ടാണ് നടക്കാത്തത്? എന്താ നടക്കാത്തതിന്റെ റീസൺ? അതായത് കുറച്ച് ദിവസം മെനക്കെടും, പിന്നീട് വിട്ടുപോകും. കുറച്ച് ദിവസം മെനക്കെടും, പിന്നീട് അതിനെ നമ്മൾ വിട്ടുപോകും അല്ലെ? അതായത് ഫുഡ് കൺട്രോളിംഗ് ഒക്കെ 2 ദിവസം ചെയ്താല് പിന്നെ ഒരാഴ്ച 2 ആഴ്ച മാറും. ഫുഡ് കൺട്രോളിംഗ് ഒക്കെ 2 ആഴ്ചയൊക്കെ നമ്മൾ ചെയ്യും. പിന്നെ ഏതെങ്കിലും നല്ല ചിക്കൻ ബിരിയാണിയോ ഒരു കല്യാണത്തിനൊക്കെ പോകുമ്പോൾ ഫ്രണ്ട്സ് ഒക്കെ ഇങ്ങനെ കഴിക്കുന്ന കാണുമ്പോൾ, അല്ലെങ്കിൽ ഫ്രണ്ട്സിന്റെ കൂടെ പോകുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? അതിലേക്ക് മാറും അല്ലെ? അപ്പൊ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, നമ്മൾ ഉദ്ദേശിക്കുന്ന ഗോളുകളിലേക്ക് എത്താൻ പറ്റുന്നില്ല. എന്നാൽ നമുക്കൊരു ഡിസിപ്ലിൻ കീപ്പ് ചെയ്യാൻ പറ്റുന്നില്ല. നിങ്ങളുടെ കേസിൽ ഡിസിപ്ലിൻ കീപ്പ് ചെയ്യാൻ പറ്റുന്നില്ല. ഓക്കെ, ആക്ച്വലി അതിന് ഈ ട്രസ്റ്റ് പ്രോസസ് എന്ന് പറഞ്ഞ സംഭവം വെച്ചാൽ ട്രസ്റ്റ് പ്രോസസ് എന്ന് പറഞ്ഞ സംഭവം എന്താ വെച്ചാല്, നമ്മൾക്ക് എല്ലാവർക്കും ഒരു ഗോൾ ഉണ്ട്. ആ ഗോള് അച്ചീവ് ചെയ്യാൻ സാധിക്കാത്തതിന്റെ കാരണം ജീവിതത്തില് പരാജയപ്പെട്ടവർ എന്നുള്ളൊരു വിഭാഗം ഇല്ല എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്കത് മനസ്സിലാവും. ഓക്കെ, ജീവിതത്തിൽ പരാജയപ്പെടുക എന്ന് പറഞ്ഞ സംഭവം, പരാജയപ്പെട്ടവർ എന്ന് പറഞ്ഞ വിഭാഗവും ഇല്ല എന്ന് ഞാൻ പറഞ്ഞാൽ ഞങ്ങൾ വിശ്വസിക്കുക. ജീവിതത്തിൽ പരാജയപ്പെട്ട ആളുകളെ ഇല്ല, വിജയിച്ചവരും പിന്നെ വേറെ ടീമുകളും. പരാജയം ആർക്കും സംഭവിച്ചിട്ടില്ല. നിങ്ങൾ വിശ്വസിക്കുക? പരാജയപ്പെട്ട ആരെങ്കിലും ഉണ്ടോ ജീവിതത്തില്? പരാജയപ്പെട്ട ആരെങ്കിലും ഉണ്ടോ? ഇതൊന്നും പറ്റി ആരും ഇല്ലേ? ഇത് ആരും റീപ്ലാൻ തരുന്നില്ല, ഞാൻ കേൾക്കുന്നില്ലേ? അങ്ങനെ എല്ലാവരും ഉണ്ടാവാറ്. സാറതിനു മുന്നേ പറഞ്ഞിട്ടുണ്ട് പരാജയപ്പെട്ടവരില്ല, നിർത്തിപ്പോയവരാണ്. പരാജയപ്പെട്ടവരില്ല, പകരം പിന്മാറുന്നവർ ക്വിറ്റ് ചെയ്തവരാണ്. അതാണ് ആ പ്രോസസ്, ട്രസ്റ്റ് പ്രോസസ് എന്ന് പറഞ്ഞാൽ. നമ്മൾക്കൊരു ഗോൾ ഉണ്ടെങ്കിൽ നമ്മൾ ആ ഗോളിലേക്ക് പോകുമ്പോൾ നമ്മൾ ആ ഒരു ഗോള് നമുക്ക് ആ നിധി കിട്ടണം എന്നുണ്ടെങ്കിൽ നമ്മൾ ഈ കഥകളൊക്കെ ചെറുപ്പത്തിൽ കുറെ കഥകൾ കേട്ടിട്ടുണ്ടാവും. അലാവുദ്ദീനെ കഥകൾ മുതൽ ഒരുപാട് നിധി തേടിപ്പോയ രാജാക്കന്മാരുടെ ഇവരുടെയൊക്കെ കഥകൾ. ഈ കഥകളിലൂടെ ഒക്കെ നമ്മളുടെ കഴിഞ്ഞ തലമുറ നമുക്ക് പഠിപ്പിച്ചിരുന്ന ഒരു പാഠമുണ്ട്. ഓക്കെ,
നിങ്ങളുടെ ഗോളുകളിലേക്ക് എത്തുന്നതിന് മുമ്പ് നിങ്ങൾ പല പ്രോസസ്സിലൂടെ എന്ത് ചെയ്യണം, കടന്നു പോകണം. ആ പ്രോസസ്സിലൂടെ കടന്നു പോയിട്ടാണ് എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഒരു തേങ്ങ, ഓക്കെ, ഒരു തേങ്ങ നിങ്ങൾ നോക്കുക. തേങ്ങ എവിടെ ഉണ്ടാവുക? തേങ്ങ എവിടെ ഉണ്ടാവുക? എവിടെ ഉണ്ടാവുക? തെങ്ങിന്മേൽ അല്ലെ? എങ്ങനെ തെങ്ങിന്മേന്ന് കിട്ടുക? മേലെ കയറി പറിക്കണം. അല്ലെ? നമ്മൾ ആദ്യം തെങ്ങിന്മേന്ന് ഒരാൾ മേലെ കയറിയിട്ട് എന്ത് ചെയ്യണം? ആ തേങ്ങ പറിക്കണം. ഇനി ആ തേങ്ങ പറിച്ച് നമ്മളെ കയ്യിൽ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ആ തേങ്ങ ഉപയോഗിക്കാൻ പറ്റുമോ? ഉപയോഗിക്കാൻ പറ്റുമോ? അത് പൊളിക്കണം. എന്തുകൊണ്ട് പൊളിക്കണം? കമ്പാരെ കൊണ്ടോ എന്തെങ്കിലും കുത്തി പൊളിക്കണം അല്ലെ? ഇനി കുത്തി പൊളിച്ചു നമുക്ക് ആ തേങ്ങ ഉപയോഗിക്കാൻ പറ്റുമോ? ഇല്ല, വീണ്ടും ഇല്ല. പൊളിക്കണം. എന്തിനാണ്? പിന്നെ നല്ല മൂർച്ചയുള്ള ഒരു കത്തി എടുത്തിട്ട് വെട്ടി പൊളിക്കണം അല്ലെ? വെട്ടി പൊളിച്ചു ആ തേങ്ങ ഉപയോഗിക്കാൻ പറ്റുമോ? ഇല്ല, ചെരവണം പിന്നെ അല്ലെങ്കിൽ അത് മുറിക്കണം. കൊണ്ട് ചെരവണം അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒരു ടെക്നിക്ക് ചെയ്യണം. അതിന് ശേഷമാണ് നമുക്ക് ആ തേങ്ങന്റെ യൂസ് ഉണ്ടാവുക. എന്നതുപോലെ നമ്മൾ ലൈഫിൽ ഒരു ഗോൾ സെറ്റ് ചെയ്ത് ആ ഗോളുമായിട്ട് മുന്നോട്ട് പോകുമ്പോൾ അയാള് എന്താ സംഭവം ചെയ്യുന്ന വെച്ചാൽ ഈ ട്രസ്റ്റ് പ്രോസസ്സ് പോകും. ലോ ഓഫ് അട്രാക്ഷൻ ഒന്നും ഇല്ല കേട്ടോ. സാറൊക്കെ ഒന്ന് ഇങ്ങനെ ക്ലാസ് എടുക്കുക, റോണ്ട ബാനൊക്കെ അതന്നെ. പിന്നെ ആന്റി ലോ ഓഫ് അട്രാക്ഷൻ എന്നൊക്കെ ടീമുണ്ട്. അല്ലെങ്കിൽ അങ്ങനത്തെ സംഭവം. ഈ ലോ ഓഫ് അട്രാക്ഷൻ എന്ന് പറഞ്ഞ സാധനം ഒരിക്കലും നമ്മൾ ആഗ്രഹിക്കുന്ന, ഞാൻ വീണ്ടും പറയാണ്, നമ്മൾ ആഗ്രഹിക്കുന്നത് കിട്ടുന്നതല്ല. നമ്മൾ ആഗ്രഹിക്കുന്ന ഒരു കാര്യങ്ങളിലേക്ക് അലൈൻഡ് ആയിട്ടുള്ള ആക്ഷൻസ് കറക്റ്റ് ആയിട്ട് എടുക്കുമ്പോൾ നമുക്ക് അതിന്റെ ഇങ്ങനെ ഓരോരോ അപ്ഡേഷൻസ് കിട്ടും. ഇപ്പൊ നമ്മൾ പറയില്ലേ, നമ്മളിപ്പം ഒരു 20 വയസ്സ് അല്ലെങ്കിൽ 25 വയസ്സൊക്കെ ആകുമ്പോൾ നമ്മൾ ഇങ്ങനെ കരുതും, ഈ കാര്യം എനിക്ക് നേരത്തെ അറിഞ്ഞിരുന്നെങ്കിൽ. അപ്പൊ നമ്മൾ കരുതും നമ്മൾ ഭയങ്കര ഡെവലപ്പായി. പിന്നെ 30 വയസ്സാകുമ്പോൾ നമുക്ക് മനസ്സിലാവും 25 to 30 എഴുതിയത് കുറെ മിസ്റ്റേക്ക് ആയിരുന്നു. 30 to 35 ആവും. ഇങ്ങനെ ബഷീർക്കൊക്കെ 10 വയസ്സായി? ബഷീർക്ക 70+. 70യോ? 70 അല്ലേ? അതെ. അല്ലെ? ഇപ്പോഴും ഒരു 69 ഒരു മിസ്റ്റേക്ക് പറ്റിയില്ലേ? അല്ലെ? 69 നിങ്ങൾ എന്തോ കഴിഞ്ഞ വർഷം ചെയ്ത ഇതിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് പറ്റിയിട്ടുണ്ടാവില്ലേ? അല്ലേ? ഉണ്ടാവും അല്ലെ? അപ്പൊ നമ്മളടുത്ത് നേരത്തെ അറിഞ്ഞു. ഇതാണ് നമ്മുടെ ലൈഫിന്റെ പ്രോസസ്സ് എന്ന് പറയുന്നത്. അപ്പൊ നമ്മളിങ്ങനെ ലൈഫ് ഇങ്ങനെ മുന്നോട്ട് പോകുന്ന സമയത്ത് നിങ്ങളുടെ ഒരു ഗോൾ ഉണ്ടെങ്കിൽ നമുക്കത് അച്ചീവ് ചെയ്യാൻ സാധിക്കാത്തതിന്റെ കാരണം നമ്മൾ അതിന് പിന്മാറുന്നതുകൊണ്ടാണ്. ആ പ്രോസസ്സിൽ ട്രസ്റ്റ് ചെയ്യാത്തതാണ്. നമ്മളിങ്ങനെ പോകുമ്പോൾ ഇതിനൊരു മൈൽ സ്റ്റോൺ ആണ്. നമ്മൾ ഗെയിം ഒക്കെ കളിക്കുന്നത് പോലെ തന്നെ ഓരോരോ മൈൽ സ്റ്റോൺ ആണ്. ആ മൈൽ സ്റ്റോണിലൂടെ നമ്മൾ കടന്നു പോകുമ്പോഴാണ് നമ്മൾക്ക് അതിന് അർഹത ഉണ്ടാവുള്ളത്. യൂണിവേഴ്സിറ്റി നോക്കുക എന്ന് പറഞ്ഞത് നിങ്ങളിപ്പോ ഒരു വലിയൊരു സ്വപ്നം കാണാണ്. നിങ്ങൾ പിന്നെ നോർമലി നിൽക്കുന്നതിന് വലിയൊരു സ്വപ്നം കാണും. ഒരു രാജാവാണെന്ന സ്വപ്നം കാണുക. എക്സാമ്പിൾ, ആ രാജാവ് ആവണമെന്നാണ് നമ്മൾ സ്വപ്നം കാണുന്നത് വെച്ചെങ്കിൽ യൂണിവേഴ്സിന് ആദ്യം ഒരു ബോധ്യം വേണം, ഇയാളെ രാജാവാക്കി കഴിഞ്ഞാൽ അത് എന്ത് ചെയ്യും, ആ പ്രജകൾക്ക് എന്ത് ചെയ്യും, ഉപകാരപ്പെടുന്നുള്ളത്. അതിന്റെ പരീക്ഷണങ്ങൾ എപ്പോഴും നിങ്ങൾ യൂണിവേഴ്സ് ചെയ്തുകൊണ്ടിരിക്കും. യൂണിവേഴ്സ് ചെയ്തുകൊണ്ടിരിക്കാൻ ആക്ച്വലി എന്താ സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാല് നമ്മള് ഒരു കാര്യം ആഗ്രഹിച്ചിട്ട് നമ്മൾ റൂട്ടിൽ ഇങ്ങനെ പോകുന്ന സമയത്ത് നമുക്ക് ചലഞ്ച് വരും. അപ്പൊ ഒരു എക്സാമ്പിൾ, സിമ്പിൾ എക്സാമ്പിൾ പറയാണ്. ഞാനിപ്പം പ്രാർത്ഥിക്കുകയാണ്. ചിലപ്പോൾ ഞാൻ പ്രാർത്ഥിക്കുന്നത് എന്റെ ബിസിനസ് വളരെ വലിയ രീതിയിൽ ഡെവലപ്പ് ആക്കണമായിരിക്കും. ഓക്കെ, ആ ബിസിനസ് വലിയ രീതിയിൽ ഡെവലപ്പ് ആക്കണം എന്ന് ആഗ്രഹിക്കുമ്പോൾ ചിലപ്പോൾ നിലവിലുള്ള ബിസിനസ് പൊട്ടും. നിലവിൽ ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്ന ബിസിനസ് ചിലപ്പോൾ എന്ത് ചെയ്യും, അങ്ങോട്ട് പൊട്ടും. അപ്പൊ പറയാണ് ഇനി ആ ബിസിനസ് ചെയ്യുന്നില്ല എന്ന് പറഞ്ഞിരിക്കുകയാണെങ്കിൽ എന്ത് ചെയ്യാം, പിന്മാറിപ്പോവാം. അല്ലെങ്കിൽ എനിക്ക് മനസ്സിലാക്കാം ഞാൻ ആഗ്രഹിക്കുന്ന സ്ഥലത്തേക്ക് പോകാൻ ഇതല്ല. അപ്പൊ എപ്പോഴും ഞാൻ വിശ്വസിക്കുന്ന ഒരു സാധനം, അല്ലെങ്കിൽ എന്റെ ലൈഫിൽ ഞാൻ പ്രാക്ടീസ് ചെയ്യുന്ന ഒരു സാധനം എന്ന് പറയുന്നത്, എന്റെ ലൈഫിൽ എന്നെ ഹെവി മോട്ടിവേറ്റ് ചെയ്തിട്ടുള്ള കുറച്ച് കാര്യങ്ങളുണ്ട്. ഓക്കെ, കുറച്ച് കാര്യങ്ങളുണ്ട്. അത് ഖുർആനിൽ നിന്നാണെങ്കിലും ബൈബിളിൽ നിന്നാണെങ്കിലും ഗീതയിൽ നിന്നൊക്കെ ആണെങ്കിലും ഞാൻ എടുത്തിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ, ഒന്ന് ഇൻ ശക്കർത്തും അസീദന്നൊക്കെ എന്ന് പറഞ്ഞൊരു ഒരു ഖുർആനിക വചനമുണ്ട്. ഓക്കെ, നിങ്ങൾ എത്രമാത്രം നന്ദിയുള്ളവരായിരിക്കും അത്രയും നിങ്ങൾക്ക് അനുഗ്രഹങ്ങൾ ലഭിച്ചുകൊണ്ടിരിക്കും. ഓക്കെ, രണ്ടാമത്തെ ഒരു കാര്യമാണ് ഇന്നമാൽ ഉസ്രി യുസ്ര എന്ന സാധനം. എല്ലാ പ്രയാസങ്ങൾക്ക് പിന്നിലും ഒരു എളുപ്പമുണ്ട്. എവരി ഹാർഡ്ഷിപ്പ് ദേർ ഈസ് എ ഈസിനെസ്. മൂന്നാമത് ഗീതയിൽ എപ്പോഴും പറയുന്ന ഒരു സംഭവം ഉണ്ട്. എന്താണ്? നിങ്ങൾ സംഭവിച്ചതെല്ലാം നല്ലതിന്, സംഭവിച്ചു കൊണ്ടിരിക്കുന്ന നല്ലതിന്, സംഭവിക്കാനുള്ള നല്ലതിന്. എപ്പോഴും നിങ്ങളുടെ ലൈഫിൽ എന്ത് കാര്യം സംഭവിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് ഇപ്പോൾ ആലോചിക്കുമ്പോൾ തോന്നുന്നു എന്റെ ലൈഫിൽ എന്താ ദൈവം അങ്ങനെ തന്നിരിക്കുന്നത്, എന്തെങ്കിലും ചീത്ത കാര്യം സംഭവിച്ചിരിക്കുന്നോ? നിങ്ങളുടെ ലൈഫിൽ അത് നല്ല കാര്യമാണോ ചീത്ത കാര്യമാണോ നിങ്ങൾക്ക് തിരിച്ചറിയണമെങ്കിൽ കാലം കഴിയണം. ഈ സമയത്ത് നമുക്ക് അതിന്റെ റിസൾട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, അനലൈസ് ചെയ്യാം. ഇറ്റ്സ് കോൾഡ് ട്രസ്റ്റ് ദ പ്രോസസ്. ഇപ്പൊ ഒന്ന് ജസ്റ്റ് ഒരു 5 വർഷം ബാക്കിലേക്ക് പോയി നോക്കും. 5 വർഷം മുമ്പ് നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ പ്രതീക്ഷിച്ച ഒരു സാധനം ഉണ്ടാവും. എന്താ എന്റെ ലൈഫിൽ ഇങ്ങനെ സംഭവിച്ചത്? ഇന്ന് നിങ്ങൾ ആലോചിക്കും മനസ്സിലാവും, എന്റെ ലൈഫിൽ അന്ന് അത് സംഭവിച്ചത് കൊണ്ടാണല്ലോ ഞാൻ ഇന്ന് ഇങ്ങനെ ആയത്. എന്റെ ലൈഫിൽ അത് സംഭവിച്ചു. കാരണം ആ റൂട്ടിൽ നിങ്ങൾ പോവുകയാണെങ്കിൽ എന്തറിയില്ല, നിങ്ങൾക്ക് അതിലേക്ക് എത്താൻ അറിയില്ല, നിങ്ങൾക്ക് അതിലേക്ക് എത്തൂല. അപ്പൊ മൂന്നാമത്തെ ഒരു സംഭവം എന്താ വെച്ചാൽ മുട്ടുവിൽ തുറക്കപ്പെടും, ബൈബിൾ. ഈ സംഭവം ഞാൻ എന്റെ ലൈഫിൽ എപ്പോഴും കീപ്പ് ചെയ്യുന്നപ്പോൾ നമ്മളെപ്പോഴും ഈ ഇൻ ശക്കർത്തുൽ അസീദ് എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ എപ്പോഴും ഈ സാധനം പറയുന്നത് എന്താ വെച്ചാല്
മനസ്സിലാക്കേണ്ട സാധനം ഇത് നമ്മുടെ ലൈഫ് ഹലോ സർ, റേഞ്ച് പോയി. റേഞ്ച് പോയി തോന്നുന്നുണ്ട്. യാത്രയിലാണ്. സർ കേൾക്കാൻ പറ്റുന്നുണ്ടോ? ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്ത് നോക്കാം. സോറി കേൾക്കുന്നുണ്ടോ? ഓക്കെ സർ. ഗോപിക കേൾക്കുന്നില്ലേ? ആ സർ. ഗോപിക ഇപ്പൊ കഴിഞ്ഞ മാസം നമ്മളെ ഓഫീസിൽ പിന്നെ ഭയങ്കരമായിട്ട് കുറെ ഹാർഡ്ഷിപ്പിലൂടെ പോയില്ലേ. നമ്മളെ പ്ലാന് മാറ്റി, നിങ്ങൾ കുറെ വർക്ക് ചെയ്തു, നമുക്ക് കുറെ ബുദ്ധിമുട്ടുകൾ വന്നു. ഇപ്പൊ എന്താ തോന്നുന്നത്? ഇപ്പൊ ആ ഒരു റിസ്ക് എടുത്തത് കൊണ്ടാണ് ഇപ്പൊ കറന്റ് ഈസി ആയിട്ട് കാര്യങ്ങൾ നടന്നു പോണത്. അന്ന് ഞാൻ എന്താ പറഞ്ഞിരുന്നത്? നിങ്ങൾ ഈ ചലഞ്ചസ് ഫേസ് ചെയ്യുന്ന വേണം, ഇതിലൂടെ പോയാൽ മാത്രമേ നമുക്ക് അതിന്റെ കറക്റ്റ് സൊല്യൂഷനിൽ എത്തുള്ളൂ എന്നുള്ളത്. എന്റെ കമ്പനി കഴിഞ്ഞ ഒരു മാസത്തില് ഹെവി നമ്മൾ പ്രതീക്ഷിക്കാത്ത രീതിയിലൂടെ കടന്നുപോയി. കാരണം ഞാൻ അത്രയും ഒരു എന്താ പറയാ, ഇനി ഒരു വർഷം 1.5 വർഷം കഴിഞ്ഞിട്ട് ഞാൻ എത്തേണ്ട ഒരു സ്റ്റെപ്പിലേക്ക് ഞാൻ കുറച്ചും കൂടെ നേരത്തെ എന്ത് ചെയ്തു, ആ സ്റ്റെപ്പ് എടുത്ത് വെച്ചു. എന്ന് പറഞ്ഞാൽ എന്റെ ഫീസ് ഞാൻ 100% കൂട്ടി. ആ ഒരു 10%, 20% ഒക്കെ കൂട്ടുന്നതിന് പകരം എന്റെ ഫീസ് ഞാൻ 100% കൂട്ടി. അതും വൺ ടൈം പേയ്മെന്റ് എന്നൊക്കെ മോഡിലേക്കൊക്കെ മാറ്റി. അപ്പോൾ ആ 100% കൂട്ടിയ സമയത്ത് ഞങ്ങൾക്ക് ഒരുപാട് ചലഞ്ചസ് വന്നു. ഒരുപാട് ചലഞ്ചസിലൂടെ കടന്നു പോകുമ്പോഴൊക്കെ ഞാൻ അവരോട് പറയും, ഇതൊരു പ്രോസസ്സാണ്, ഇതൊരു ട്രസ്റ്റ് ആണ്, ഇതിൽ നമ്മൾ വിശ്വസിക്കണം. നമ്മൾ ഇതിൽ കോംപ്രമൈസ് ചെയ്ത് കഴിഞ്ഞാൽ അവരോട് നിങ്ങൾ കോംപ്രമൈസ് ചെയ്ത് കഴിഞ്ഞാൽ യൂണിവേഴ്സ് കോംപ്രമൈസ് ചെയ്യും. നമ്മൾ കോംപ്രമൈസ് ചെയ്തിട്ടില്ലെങ്കിൽ യൂണിവേഴ്സ് കോംപ്രമൈസ് ചെയ്യും. എപ്പോഴും നിങ്ങൾ ഈ പോയിന്റ് മനസ്സിലാക്കുക. നമ്മൾ കോംപ്രമൈസ് ചെയ്ത് കഴിഞ്ഞാലാണ് യൂണിവേഴ്സ് കോംപ്രമൈസ് ചെയ്യുള്ളൂ. അതായത് നിങ്ങൾ ദൈവത്തിനോട് കാര്യം ചോദിച്ചു, ദൈവം നിങ്ങൾ ആ ചോദിച്ച സമയത്ത് തന്നെ തന്നു. പക്ഷെ അതിനൊരു ടൈം ഉണ്ട്, നിങ്ങൾക്ക് ലഭിക്കേണ്ട ഒരു ടൈം ഉണ്ട്, നിങ്ങൾക്ക് അതിന് അർഹതയുള്ള സമയമുണ്ട്. ആ സമയം വരെ നമുക്ക് കാത്തിരിക്കാനുള്ള ക്ഷമ ഇല്ലെങ്കിൽ നമ്മളെ കയ്യിൽ നിന്ന് അത് പോകും. നമ്മളെ കയ്യിൽ നിന്ന് എന്ത് ചെയ്യും, അത് പോകും. ക്ലിയർ ആണോ? ഞാൻ പറഞ്ഞ ക്ലിയർ ആണോ? ഓക്കെ. അതായത് ഈ ട്രസ്റ്റ് പ്രൊസസ്സർ, നിങ്ങൾ ഒരു കാര്യം ആഗ്രഹിച്ചിട്ട് കിട്ടാതിരിക്കുക എന്ന് പറയുന്ന ഒരു സംഭവം ഈ ലോകത്തിലില്ല. കിട്ടാതിരിക്കുന്നുണ്ടെങ്കിൽ അതിനൊരൊറ്റ ആൾക്കേ അതിന് ഉത്തരവാദിത്തമുള്ളൂ. അത് ഒരിക്കലും യൂണിവേഴ്സിനല്ല. ദൈവം ഒരിക്കലും നിങ്ങൾ ചോദിച്ച സാധനം തരാതിരിക്കുന്നില്ല. അത് വാങ്ങാനുള്ള ക്ഷമ നമുക്ക് ഇല്ലാത്തതാണ് നമ്മുടെയൊക്കെ ലൈഫിലെ എല്ലാ കാരണങ്ങളും. നമ്മളൊരു ഇതിലൂടെ പോകുമ്പോൾ ഒരു സമയത്ത് സ്റ്റക്ക് ആകുമ്പോൾ ആ സ്റ്റക്ക് ആയതിന്റെ അർത്ഥം ആ കാര്യം വിജയിക്കില്ല എന്നല്ല. ആ സ്റ്റക്ക് ആയിരിക്കാണ് നിങ്ങൾ അവിടെ. നിങ്ങൾ എന്ത് ചെയ്യണം, അതുവരെ പോയാൽ പോരാ. നിങ്ങൾ അവിടെ കുറേ നോക്കേണ്ടി വരും. കുറെ വഴികൾ നോക്കേണ്ടി വരും. ഇപ്പോൾ ഒരു എക്സാമ്പിൾ, കാട്ടിലൂടെ ഒരാൾ പോവായിരുന്നു, അയാളുടെ കയ്യിലുള്ള ഫുഡ് എല്ലാം കഴിഞ്ഞു, അയാൾക്ക് വഴി തെറ്റി. അതിന്റെ അർത്ഥം അയാളുടെ ജീവിതം അവസാനിച്ചു എന്നാണെങ്കിൽ അയാൾക്ക് പിന്നെ ആ വിശ്വാസത്തിൽ പോകും. അതിന്റെ ഏറ്റവും വലിയ എക്സാമ്പിൾ തായ്ലൻഡിലാണോ എവിടെ എനിക്കറിയില്ല, കഴിഞ്ഞ വർഷം അതിന് മുമ്പത്തെ വർഷം ഒരു വെള്ളത്തിനെതിരെ വന്നിട്ട് 7ഓളം കുട്ടികളും ഒരു കോച്ചും കുടുങ്ങിയ സംഭവം ഉണ്ടായിരുന്നല്ലോ, അല്ലെ? ഒരു 1-2 വർഷം മുമ്പായിരുന്നു. എവിടെയായിരുന്നു ശരിക്കും? തായ്ലാൻഡ് അല്ലെ? അന്നും ആ കോച്ച് പറഞ്ഞിരിക്കുന്നത് എന്താണ്, ഈ കുട്ടികൾക്ക് ആ കോച്ച് കൊടുത്തിരിക്കുന്ന ഒരു കാര്യമുണ്ട്, നമ്മൾ ഇവിടുന്ന് ജീവനോടെ തിരിച്ചു പോകും. അവരെ ഇതാക്കുന്നതിന് വേണ്ടി വേറെ കുറെ ആളുകൾ വന്നിട്ട് മരിച്ചു. അവരെ രക്ഷപ്പെടുത്താൻ വേണ്ടി ഓസ്ട്രേലിയയിൽ നിന്നൊരു പിന്നെ നീന്തൽ വിദഗ്ധൻ വരെ വന്നിട്ട് മരിച്ചു. എന്ന് വെച്ചാൽ ആ പ്രോസസ്സിൽ നിങ്ങൾ ട്രസ്റ്റ് ചെയ്യുമ്പോൾ നിങ്ങൾ രക്ഷപ്പെടും. നിങ്ങൾക്ക് ഇതിലേക്ക് പോകാനും വേണ്ടിയിട്ടാണ് ഈ കാര്യങ്ങൾ എന്നുള്ള പ്രോസസ്സിൽ എപ്പോഴാണ് നിങ്ങൾ ട്രസ്റ്റ് ചെയ്യുന്നത്, അവിടെയാണ് നമ്മൾ സക്സസ് ആവുക. അപ്പൊ നേരത്തെ തടി കുറക്കാൻ പറഞ്ഞതുപോലെ ആ തടി കുറക്കണമെങ്കിൽ നമുക്ക് അതിന് പ്രോസസ്സ് ഉണ്ടാവും. ബിസിനസ്സിലാണെങ്കിലും ലൈഫിലാണെങ്കിലും ഏറ്റവും ഇമ്പോർട്ടന്റ് ആണ് നിങ്ങളുടെ കയ്യിൽ എന്തുണ്ട് എന്നുള്ളതല്ല, അതിന്റെ ഹൗ ടു, എങ്ങനെ നിങ്ങൾ അതിനെ യൂസ് ചെയ്യുന്നില്ല. അപ്പൊ നിങ്ങൾ നിങ്ങളുടെ ബിസിനസ്സിലോ പേഴ്സണൽ ലൈഫിലോ ഒരു ഗോൾ സെറ്റ് ചെയ്തിട്ട് നിങ്ങൾക്ക് അത് അച്ചീവ് ചെയ്യാൻ സാധിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ട സംഭവം എന്താ വെച്ചാൽ, അത് നിങ്ങൾക്കറിയുന്ന രീതിയിലും നിങ്ങൾ അറിയുന്ന ആളോട് ചോദിച്ചിട്ടും അത് ചെയ്തുകൊണ്ടേയിരിക്കുക. ഇതിന് റിസൾട്ട് കിട്ടാതിരിക്കുക. നിങ്ങൾ ഉദ്ദേശിച്ച റിസൾട്ട് കിട്ടിയിട്ടില്ലെങ്കിൽ നിങ്ങൾ ചെയ്യുന്ന ആക്ഷൻസിനെ മാറ്റാം. സിമ്പിൾ ആണ്. നിങ്ങൾ ഉദ്ദേശിച്ച റിസൾട്ട് കിട്ടിയിട്ടില്ലെങ്കിൽ അതിന്റെ അർത്ഥം എന്തല്ല, റിസൾട്ട് കിട്ടില്ല എന്നല്ല. ഇപ്പൊ എക്സാമ്പിൾ പറയാണ്, ഞാനിപ്പോ ഒരാളെ ഒരാളെ പറയാം. കീർത്തന ഒരു ദിവസം എന്ത് ചെയ്തു, ഒരു പുതിയൊരു റെസിപ്പി നോക്കിയിട്ട് ഒരു ഫുഡ് ഉണ്ടാക്കാൻ തീരുമാനിച്ചു.
ഒന്നാമത്തെ ദിവസം ഫുഡ് ഉണ്ടാക്കിയപ്പം റെഡി ആയില്ല. അതിനർത്ഥം ആ ഫുഡ് ഉണ്ടാക്കി കഴിഞ്ഞാൽ റെഡി ആവില്ല എന്നാണോ? ആണോ? അല്ല. അടുത്ത തവണ ട്രൈ ചെയ്തിട്ട് ആ ഫുഡ് റെഡി ആയി. ഇതേ ലൈഫിലുള്ളൂ. നിങ്ങളെ ഗോള് നിങ്ങൾക്ക് അച്ചീവ് ചെയ്യാൻ നിങ്ങൾ ആ പ്രോസസ്സിനെ നിങ്ങൾ ട്രസ്റ്റ് ചെയ്തില്ല എന്നുള്ളതാണ്. യൂണിവേഴ്സ് നിങ്ങൾ ആഗ്രഹിച്ച ഗോളിലേക്ക് കൊണ്ടുപോകുന്നത് നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിലായിരിക്കില്ല. ഓക്കെ, പ്രത്യേകം ശ്രദ്ധിക്കുക. നിങ്ങൾ ആഗ്രഹിച്ച ഗോളിലേക്ക് എത്തുന്നത് നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിലായിരിക്കും. എല്ലാ ആളുകളും ഇപ്പൊ ഞാനിപ്പോ അടുത്ത് ഫ്രഷ് ഹോംസിന്റെ MDന്റെ ഒരു ഇന്റർവ്യൂ കണ്ടു. അപ്പൊ ഇതിൽ അദ്ദേഹം പറയുന്നുണ്ട്, അദ്ദേഹം ചോദിക്കുന്നുണ്ട്, ഫുൾവെൽ ടീമിനോട് ചോദിക്കുകയാണ് അദ്ദേഹം, നിങ്ങൾ കരഞ്ഞിട്ടുണ്ടോ ഒറ്റയ്ക്ക് ഇരുന്നിട്ട്? ഓക്കെ, അപ്പൊ അവര് പറയണ്ടാവും ഞങ്ങൾ കരഞ്ഞിട്ടുണ്ട്. ഞാനും ഒരുപാട് കരഞ്ഞിട്ടുണ്ട്. ഓക്കെ, നമ്മൾ ഇന്ന് സക്സസ്ഫുൾ ആയിട്ട് കാണുന്ന സക്സസ് ആയി എന്ന് വിശ്വസിക്കുന്ന ആളുകളുടെ ഒക്കെ ലൈഫിൽ ഉണ്ടായിരിക്കുന്ന ഏറ്റവും വലിയ ക്വാളിറ്റി എന്ന് പറയുന്നത് അവർ ആ പ്രോസസ്സിൽ ട്രസ്റ്റ് ചെയ്തു. ഓക്കെ, ബാക്കിയുള്ള ആളുകൾ എന്ത് ചെയ്തില്ല? ആ പ്രോസസ്സിൽ ട്രസ്റ്റ് ചെയ്തില്ല. അങ്ങനെ ട്രസ്റ്റ് ചെയ്യുന്ന 5% ആളുകൾ ഈ ലോകത്തിലുള്ളൂ. ഓക്കെ, ആ 5ലേക്ക് എത്തണം എന്ന് പറയുന്നത് നിങ്ങൾ ഈ 5ലേക്ക് എത്തുക എന്ന് പറഞ്ഞാൽ ഈസി ഒന്നുമില്ല. 95% ആളുകൾക്ക് കഴിയാത്ത 5%ത്തിലേക്ക് എത്തുക എന്ന് പറയുന്നത് ദാറ്റ്സ് നോട്ട് ടു ഈസി. അതിന് നിങ്ങൾ എന്ത് ചെയ്യണം? ആ 95% ആളുകൾ ചെയ്യാത്ത ഈ 5% ആളുകൾ ചെയ്യുന്ന കാര്യങ്ങൾ ചെയ്യണം. ഈ 5% ആളുകൾ ചെയ്യുന്ന പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് അവരൊരു ഗോൾ സെറ്റ് ചെയ്യും. ആ ഗോളിലേക്ക് കറക്റ്റ് ആയിട്ട് ആക്ഷൻസ് എടുക്കും. ആ ആക്ഷൻസിനെ റിവ്യൂ ചെയ്യും. അവരൊരിക്കലും കിട്ടുകയില്ല. അവർ ഏത് പ്രതിസന്ധി വന്നു കഴിഞ്ഞാലും എത്ര പ്രശ്നങ്ങൾ വന്നു കഴിഞ്ഞാലും അവരതിനെ പോസിറ്റീവ് ആറ്റിറ്റ്യൂഡോടെ കാണും. ഇത് റെഡി ആവും എന്ന് പറയുകയും എന്താണ് മാറ്റം വരുത്തുന്നത് നോക്കും. 2 രീതിയിലുള്ള ആൾക്കാരുണ്ടാവും. ഓക്കെ, ഒന്നൊരു ക്രോണിക് പോസിറ്റിവിറ്റി ഉണ്ട്. ക്രോണിക് പോസിറ്റിവിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാം റെഡിയാവും പറഞ്ഞിട്ട് ജീവിക്കുന്നു. ഒന്നും റെഡിയാവില്ല, അവസാനം മരിച്ചു പോകും. ഓക്കെ, വേറൊരു സംഭവം ഉണ്ട്, പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ്. പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് എന്ന് പറഞ്ഞത് ഇത് റെഡി ആവും, ഞാൻ ഈ കാര്യം മാറ്റി കഴിഞ്ഞാൽ മതി. ഓക്കെ, നമ്മളിപ്പോ സ്റ്റക്ക് ആയിട്ടുണ്ട്. സ്റ്റക്ക് ആയതിന്റെ റീസൺ എന്ന് പറഞ്ഞാൽ ഇതാണ്. അതിനെ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് അനലൈസ് ചെയ്യണം. എവിടെ ഞാൻ സ്റ്റക്ക് ആയിരിക്കുന്നത്, എന്തുകൊണ്ടാണ് സ്റ്റക്ക് ആയിരിക്കുന്നത്. അപ്പൊ നമുക്ക് ഒരു ആശയം യൂണിവേഴ്സ് തരും. അപ്പൊ അത് ഇംപ്ലിമെന്റ് ചെയ്ത് വെക്കണം. അപ്പൊ കിട്ടിയില്ലെങ്കിൽ ആ ഇംപ്ലിമെന്റ് ചെയ്തതുകൊണ്ടാണ് നമുക്ക് അടുത്ത ആശയം കിട്ടുള്ളൂ. ക്ലിയർ ആണോ? നിങ്ങൾക്ക് ഒരു ആശയം തോന്നിക്കഴിഞ്ഞാൽ ആശയം ചെയ്തു വെക്കുക. ചിലപ്പോൾ അത് സക്സസ് ആവണമെന്നില്ല. അപ്പൊ നമുക്ക് മനസ്സിലാവും ഇതിന്റെ ഒരു സ്റ്റെപ്പ് കൂടി ഞാൻ മാറ്റാനുണ്ട്. അങ്ങനെ യു വിൽ ഗെറ്റ് എ ഫോർമുല. അങ്ങനെ അവസാനം ഈ പ്രോസസ്സ് ട്രസ്റ്റ് ചെയ്ത് നിങ്ങൾക്ക് ആ ഫോർമുല കിട്ടുന്ന സമയത്ത് ലൈഫിൽ വലിയൊരു മാജിക് സംഭവിക്കും. ആ മാജിക് ആണ് തൊടുന്നതെല്ലാം പൊന്നാകുന്ന മാജിക്. ക്ലിയർ ആണോ? പിന്നെ അയാൾ ചെയ്യുന്നതൊക്കെ സക്സസ് ആവുന്ന ഒരു കാലഘട്ടം വരും. അയാൾ ചെയ്യുന്നതൊക്കെ സക്സസ് ആവും. ഈ ഒരു സംഭവത്തിന്റെ ഇതിന്റെ ഒരു ഇത് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. നിങ്ങൾ പറഞ്ഞാൽ വിശ്വസിക്കാറില്ല. 2012 മുതൽ 2022 വരെയുള്ള കാലഘട്ടത്തിൽ 10 വർഷം ഷാറൂഖ് ഖാന്റെ ഒരൊറ്റ ഫിലിം വിജയിച്ചിട്ടില്ല. അറിയോ? 2012 എന്നാണ് ചെന്നൈ എക്സ്പ്രസ് ഇറങ്ങുന്നത്. ആ ചെന്നൈ എക്സ്പ്രസ് ഇറങ്ങിയതിന് ശേഷം ഷാറൂഖ് ഖാന്റെ പിന്നത്തെ ഒരു ഫിലിം വിജയിക്കുന്നത് ജവാനോ അങ്ങനെ ഏതൊരു ഫിലിമാണ്. ഇതിന്റെ ഇടയിലുള്ള 10 വർഷം ഷാറൂഖ് ഖാന്റെ ഫിലിം വിജയിച്ചിട്ടില്ല. അതിന്റെ സമയത്ത് ഷാറൂഖ് ഖാൻ ചെയ്യുന്ന ചാരിറ്റി എന്ന് പറഞ്ഞാൽ ആർക്കും അറിയില്ല. അത്രയും ഹ്യൂജ് ചാരിറ്റി എന്ന വ്യക്തിയാണ് ഷാറൂഖ് ഖാൻ എന്ന് പറഞ്ഞത്. അത്രയും ഹ്യൂജ് ചാരിറ്റി. ആ ചാരിറ്റി ചെയ്യുന്ന അയാൾ അതിനു വേണ്ടി പല പരസ്യത്തിലും അഭിനയിച്ചു എന്നുള്ളതാണ്. 10 വർഷം. അപ്പോഴും ഷാറൂഖ് ഖാൻ ഔട്ടായി എന്ന് പറഞ്ഞ ആൾക്കാരുണ്ട്. ഷാറൂഖ് ഖാൻ ഔട്ടായി, ഷാറൂഖ് ഖാൻ കിങ് ഖാൻ ഒന്നല്ല എന്ന് പറഞ്ഞ ആൾക്കാരുണ്ട്. ഇതിന്റെ ഇടയ്ക്ക് രജനീകാന്തിന്റെ ഫിലിം വിജയിക്കാത്ത ഒരുപാട് കാലം ഉണ്ടായി. അതിന് കുറെ കാലത്തിന് ശേഷമാണ് രജനീകാന്തിന്റെ ജയിലർ എന്ന് പറയുന്ന ഒരു പടം വിജയിക്കുന്നത്. ഇനി നമ്മൾ ഈ പറയുന്ന സിനിമാ നടന്മാരൊക്കെ 100 സിനിമകൾ എടുക്കുകയാണെങ്കിൽ അതിലൊരു 20-30 സിനിമകളെ സൂപ്പർ ഹിറ്റോ ബ്ലോക്ക് ബസ്റ്ററോ ഒക്കെ ആവുന്നുള്ളൂ. ബാക്കി 70% സിനിമകൾ ആവറേജോ അല്ലെങ്കിൽ ബിലോ ആവറേജും പരാജയപ്പെട്ടതൊക്കെ ആയിരിക്കും. എന്നാ ഇനി ഞാൻ സിനിമ അഭിനയിക്കുന്നത് പൃഥ്വിരാജ്, ഓക്കെ, വിരാട് കോഹ്ലി ഒരു സമയത്ത് ക്രിക്കറ്റിൽ നിന്ന് ഔട്ടായി എന്ന് പറഞ്ഞ ആളായിരുന്നു. റൊണാൾഡോ, ക്രിസ്ത്യാനോ റൊണാൾഡോ ഒരു സമയത്ത് ഫുട്ബോളിൽ നിന്ന് ഔട്ടായി എന്ന് പറഞ്ഞ ആളായിരുന്നു. മെസ്സി, അല്ലെ, എല്ലാവരും പരിഹസിക്കുമായിരുന്നു. അല്ലെ, എത്ര വർഷം എടുത്തു അർജന്റീനക്ക് ഒരു കപ്പടിക്കാന്? മെസ്സി വന്നതിന് ശേഷം പിന്നെ എത്ര വർഷം എടുത്തു അർജന്റീന ഒരു മറഡോണ പോയതിനു ശേഷം ഒരു കപ്പടിക്കാൻ? ആ സമയത്തൊക്കെ മെസ്സി ഇതിൽ ട്രസ്റ്റ് ചെയ്യാണ്. മെസ്സിക്ക് ഇനി ഒരു കപ്പില്ല എന്ന് പറഞ്ഞിരുന്നു. അയാൾക്കുള്ള 32-33 വയസ്സായി. പക്ഷെ ഞാൻ പറയുന്ന സാധനം, ആരാണോ ആ ട്രസ്റ്റ് ഉണ്ടാവുന്നത്, ആ പ്രോസസ്സിൽ ട്രസ്റ്റ് ചെയ്യുന്നത്, അവരാണ് ലൈഫിൽ സക്സസ്. അപ്പൊ നിങ്ങൾ ആഗ്രഹിക്കുന്ന സംഭവം നിങ്ങൾക്ക് കിട്ടുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് ചിലപ്പോൾ പെയിൻഫുൾ ആയിരിക്കും. എഗെയിൻ ഞാനത് പറയാണ്, ഇറ്റ്സ് യുവർ ഫോൾട്ട്. നിങ്ങൾ ആഗ്രഹിക്കുന്ന സാധനം നിങ്ങൾക്ക് കിട്ടുന്നില്ലെങ്കിൽ യൂണിവേഴ്സ് നിങ്ങളെ പരീക്ഷിക്കൂല. യൂണിവേഴ്സ് നിങ്ങൾക്ക് ആവശ്യമില്ലാത്തൊരു സാധനം തരില്ല. യൂണിവേഴ്സ് നിങ്ങൾക്ക് ആവശ്യമുള്ള മറ്റൊരു സംഭവം ഉണ്ട്. നിങ്ങൾക്ക് താങ്ങാൻ കഴിയാത്ത ഒരു പ്രയാസവും ഞാൻ നിങ്ങൾക്ക് നൽകുകയില്ല എന്നത് ഖുർആനിക് വചനമുണ്ട്. നിങ്ങൾക്ക് താങ്ങാൻ പറ്റാത്തതൊന്നും ഞാൻ നിങ്ങൾക്ക് നൽകൂല. കാരണം എന്താ? നിങ്ങൾക്ക് താങ്ങാൻ പറ്റുന്നതേ തരുള്ളൂ. ആ താങ്ങാൻ പറ്റുന്നതിലൂടെ പോകുമ്പോഴേ നിങ്ങൾ എന്ത് ചെയ്യുള്ളൂ? റെഡി ആവുള്ളൂ.
നിങ്ങൾ വലിയ സ്വപ്നം കാണുമ്പോൾ നിങ്ങൾ ഓർഡിനറി പേഴ്സൺ ആയാൽ പോരാ, ആരാവണം? വലിയ സ്വപ്നം കാണുമ്പോൾ നിങ്ങൾ ആരാവണം? ഓർഡിനറി പേഴ്സൺ ആയാൽ പോരാ, എക്സ്ട്രാ ഓർഡിനറി പേഴ്സൺ ആണോ? എക്സ്ട്രാ ഓർഡിനറി പേഴ്സൺ ആയി കഴിഞ്ഞാൽ നമ്മൾ അവരെ മഹാന്മാരെന്ന് പറയും. ആ മഹാനാവണമെങ്കിൽ ആ മഹാനാവാനുള്ള ക്വാളിറ്റി നിങ്ങൾക്ക് ഉണ്ടോന്ന് യൂണിവേഴ്സിറ്റി എന്ത് ചെയ്യും? പരീക്ഷിക്കല്ല, യൂണിവേഴ്സിറ്റി അതിലൂടെ കൊണ്ടുപോകും. ആ എക്സാം നിങ്ങൾ പാസ്സാവാൽ നിർബന്ധമാണ്. ക്ലിയർ ആണോ? അപ്പൊ ഈ ഒരു സെഷൻ കഴിയുമ്പോൾ ഞാൻ നിങ്ങൾക്കൊരു ടേക്ക് അവേ നിങ്ങൾ എടുത്തു പോകേണ്ട സാധനം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങളുടെ ലൈഫിൽ എന്ത് സംഭവിക്കുകയാണെങ്കിലും നിങ്ങളുടെ ഗോളിലേക്ക് അലൈൻഡ് ആയിട്ട് എന്നുള്ളത് വിശ്വസിക്കുകയും ആ പ്രോസസ്സിനെ ട്രസ്റ്റ് ചെയ്യുകയും അതിനെ അനലൈസ് ചെയ്യുകയും വേണം. ഈ 2 കാര്യങ്ങൾ ചെയ്യണം. ഓക്കെ, ഇപ്പൊ ഞാൻ സ്റ്റക്ക് ആയിട്ടുണ്ട്, അത് നിങ്ങൾ ഇങ്ങനെ അനലൈസ് ചെയ്ത് നോക്കുക. നിങ്ങൾ യൂണിവേഴ്സിറ്റിയോട് ചോദിച്ചു നോക്കുക, എന്ത് ഡൗട്ട് ഉണ്ടെങ്കിൽ ഞാൻ പറഞ്ഞുതരാം. രാത്രി കിടക്കുന്നതിന് മുമ്പ് നിങ്ങൾ നിങ്ങളുടെ സബ് കോൺഷ്യസ് മൈൻഡോട് ഇങ്ങനെ പറയാം, ഡിയർ സബ് കോൺഷ്യസ് മൈൻഡ്, ഐ നോ, എൻ്റെ പ്രിയപ്പെട്ട സബ് കോൺഷ്യസ് മൈൻഡ്, എനിക്കറിയാം എന്താണ് നീ ഭയങ്കര പവർഫുൾ ആണ്. ഈ സബ് കോൺഷ്യസ് മൈൻഡ് തന്നെ ഡയറക്ട്ലി കണക്റ്റഡ് ടു യൂണിവേഴ്സിറ്റി. നീ ഭയങ്കര പവർഫുൾ ആണ്. റൈറ്റ് നോ ഞാൻ ഇങ്ങനെയൊക്കെ ഒരു പ്രശ്നങ്ങൾ ഫേസ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. നാളെ എണീക്കുന്നതിന് മുമ്പ് എനിക്ക് അതിനുള്ള ആൻസർ തരണം. യു വിൽ ഗെറ്റ് ദ ആൻസർ, നോ ഡൗട്ട്. ഞാനൊരു എക്സ്പീരിയൻസ് എന്നാ പറയുന്നത്. എല്ലാ ദിവസവും ഞാനിത് പ്രാക്ടീസ് ചെയ്യാറുണ്ട്. ഇന്നലെ രാത്രി കിടന്നപ്പോഴും ഞാനൊരു ചോദ്യം ചോദിച്ചാൽ കിടന്നത്. ഇന്ന് ഞാനൊരു 2 മണി 2:10 പോണെന്ന്. ഓക്കെ, എനിക്ക് ആ റിസൾട്ട് കിട്ടി. 2:10 2:20 ആയപ്പോൾ ഞാൻ ഉടനെ എനിക്ക് ആ റിസൾട്ട് കിട്ടി. ഇത് നിങ്ങൾക്ക് കിട്ടുകയേ ചെയ്യും, ഒരു ഡൗട്ടും ഇല്ല. നിങ്ങൾക്ക് യൂണിവേഴ്സിറ്റി തരും റിസൾട്ട്, ആ സാധനത്തെ ട്രസ്റ്റ് ചെയ്ത് പോവുക. ചിലപ്പോൾ നിങ്ങൾ ഉദ്ദേശിച്ച റിസൾട്ട് കിട്ടില്ല, അപ്പോൾ നിങ്ങളൊന്ന് മനസ്സിലാക്കണം ഇതിന് ഇനി എന്തോ, ഇത് ആ സ്റ്റെപ്പിലേക്ക് ഞാൻ എത്തി, ഇനി എന്തോ സ്റ്റെപ്പുകളുണ്ട്. ഇതിങ്ങനെ ലൈഫ് ലോങ് നടന്നുകൊണ്ടേയിരിക്കും. ഓക്കെ, ഇപ്പം എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, വേറെ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഇപ്പൊ ലുലു ഒരു സമയത്ത് വിജയിച്ചു ഭയങ്കരതായി എന്ന് കഴിഞ്ഞിട്ട് അന്നുള്ള അതേപോലെ ടെൻഷനും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ആർക്കുണ്ട്? ഇപ്പം യൂസ്ഫലി സാറിനുണ്ടാവും. ക്ലിയർ ആണോ? ഇതുവരെ ഇപ്പൊ ഇലോൺ മസ്ക് ഇനി ലോകത്തിലെ ഏറ്റവും വലിയ കോടീശ്വരൻ. ഇപ്പൊ ഇലോൺ മസ്ക് അല്ല. ഓക്കെ, ഇപ്പൊ ലോകത്തിലെ ഏറ്റവും വലിയ കോടീശ്വരൻ ഒറാക്കിളിന്റെ കോ ഫൗണ്ടർ ആയി. ഇതൊക്കെ ഇങ്ങനെ മാറിക്കൊണ്ടേയിരിക്കും. ഓക്കെ, അപ്പൊ ട്രസ്റ്റ് ദ പ്രോസസ് ഞാൻ വൈൻഡപ്പ് ചെയ്യാണ്. ഹാൻഡ് ഓവർ ടു ഗോപിക. എല്ലാ ആളുകളും എന്ത് ചെയ്യാം, ജസ്റ്റ് നിങ്ങൾക്ക് എന്താണ് മനസ്സിലായത് 30 സെക്കൻഡോട് പറഞ്ഞിട്ട് നമുക്ക് വൈൻഡപ്പ് ചെയ്യുന്നതാണ് ഞാൻ ഉദ്ദേശിക്കുന്ന രീതി. ഹാൻഡ് ഓവർ ടു ഗോപിക. ഓക്കെ, താങ്ക് യു സോ മച്ച്. സോ ഈച്ച് ആൻഡ് എവറി പേഴ്സൺ, ഇപ്പോൾ നിങ്ങൾ ഓരോരുത്തരും നിങ്ങൾ എന്ത് ചെയ്യും, നിങ്ങളുടെ ലൈഫിൽ എന്തായാലും ഇതുപോലൊരു സ്റ്റേജസ് ഉണ്ടായിട്ടുണ്ടായിരിക്കും. കാരണം എല്ലാവരുടെ ലൈഫിലൊരു ലക്ഷ്യം അല്ലെങ്കിൽ ഒരു ഗോൾ എല്ലാവരും സെറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കും. സോ അതിൻ്റെ എക്സ്പീരിയൻസ് പറയാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് അതില്ലെങ്കിൽ അച്ചീവ് ചെയ്യുമ്പോൾ എന്തെങ്കിലും ഡൗട്ടോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് നമുക്ക് ക്ലിയർ ചെയ്ത് പോവാം. സോ ഞാൻ ഓരോരുത്തരായിട്ട് വിളിക്കാം. സലാഹുദ്ദീൻ സർ. ഹായ്. അതായത് ഇപ്പോ ക്ലാസിന്റെ മെയിൻ ആയിട്ടുള്ള സംബന്ധിച്ച് ഈ സ്ട്രെസ് ദ പ്രോസസ്സ് അതെനിക്ക് വളരെ എഫക്റ്റീവായി തോന്നി. കാരണം വെച്ചാല് നമുക്ക് ഏതൊരു സക്സസ്ക്ക് എത്തുന്നതിന് മുന്നേ അത് എത്തുന്ന വരെയുള്ള കുറച്ച് പ്രോസസ്സ് ഉണ്ടല്ലോ, അത് ഓവർകം ചെയ്താൽ മാത്രമേ നമ്മളെ സക്സസ് നമുക്ക് എത്താൻ പറ്റുള്ളൂ. അപ്പൊ ആ ഒരു പ്രോസസ്സിലൂടെ നമ്മൾ പിന്മാറാതെ പോകുക എന്നുള്ളതാണ് നമ്മുടെ വിജയം. താങ്ക് യു സലാ സർ. ഓക്കെ, താങ്ക് യു സർ. സുബ്രഹ്മണ്യൻ സർ. ഗുഡ് മോർണിംഗ്. സലാഹു സാർ പറഞ്ഞ മാതിരി ഈ ഫോക്കസ് എന്ന് പറയുന്നത് നമ്മൾ ഡിസ്ട്രാക്ഷൻസ് മിനിമൈസ് ചെയ്യണം. അപ്പം എൻ്റെ ലൈഫിൽ ഡേ ടു ഡേ ലൈഫിൽ ഒരുപാട് ഡിസ്ട്രാക്ഷൻസ് വരുന്നുണ്ട്. അപ്പം ആ ഡിസ്ട്രാക്ഷൻസ് നമ്മൾ മിനിമൈസ് ചെയ്ത് കൊണ്ടുവരുമ്പോഴേ നമുക്ക് ഫോക്കസ് കിട്ടുള്ളൂ. അപ്പൊ അതിന് സാർ എന്താ പറയാനുള്ളത്? കറക്റ്റാണ്. ഡിസ്ട്രാക്ഷൻസ് എങ്ങനെ മിനിമൈസ് ചെയ്ത് കൊണ്ടുവരുന്നതാണ് ചോദ്യം, അല്ലെങ്കിൽ അത് സാറ് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ? അതെ, ഡിസ്ട്രാക്ഷൻസ് മിനിമൈസ് ചെയ്യാൻ എന്താ ചെയ്യാ? ഡിസ്ട്രാക്ഷൻസ് മിനിമൈസ് ചെയ്യാനും വേണ്ടിയിട്ട് കോമൺലി നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ മൾട്ടി ടാസ്കിങ് ഒഴിവാക്കുക എന്നുള്ളതാണ്. ഓക്കെ, മൾട്ടി ടാസ്കിങ് ഒഴിവാക്കുക. നിങ്ങൾ ഒരു കാര്യം ചെയ്യുന്ന സമയത്ത് നിങ്ങളെ ഡിസ്ട്രാക്ട് ചെയ്യുന്ന പോയിന്റ് എന്താണെന്നുള്ളത് ഐഡന്റിഫൈ ചെയ്യുക. ഈ 2 കാര്യം ചെയ്യാം. അതായത് നമ്മൾ ഡിസ്ട്രാക്ട് ചെയ്യുന്ന കുറെ കാര്യങ്ങൾ ഉണ്ടാവും. ഇപ്പൊ എക്സാമ്പിൾ ചിലപ്പോൾ ചില ആളുകൾ ഡിസ്ട്രാക്ട് ചെയ്യുന്ന ഫാമിലി ആയിരിക്കാം, ചില ആളുകൾ ഡിസ്ട്രാക്ട് ചെയ്യുന്ന ഫ്രണ്ട്സ് ആയിരിക്കാം, ചില ആളുകൾ ഡിസ്ട്രാക്ട് ചെയ്യുന്ന മൊബൈൽ ഫോൺ ആയിരിക്കാം, ചില ആളുകൾ ഡിസ്ട്രാക്ട് ചെയ്യുന്ന ഫുഡ് ആയിരിക്കാം, ചില ആളുകൾ ഫിലിം ആയിരിക്കും. എന്താണ് നിങ്ങൾ ഡിസ്ട്രാക്ട് ചെയ്യുന്ന പോയിന്റ് ഐഡന്റിഫൈ ചെയ്യുക. ആദ്യം ആ പോയിന്റ് ഐഡന്റിഫൈ ചെയ്തതിന് ശേഷം നമ്മൾ അതിനെ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്കൊരു ഹാബിറ്റ് ആണ് ഈ സാധനം. നമ്മൾ ഡിസ്ട്രാക്ഷൻസിലേക്ക് നമ്മൾ എത്തിയിരിക്കുന്ന സാധനം നമ്മുടെ ഹാബിറ്റ് ആയിരിക്കും. അപ്പൊ ഒരു ഹാബിറ്റ് നമുക്ക്
ആക്കണം എന്നുണ്ടെങ്കിൽ അത് ആ ഹാബിറ്റ് നമ്മൾ ഉണ്ടാക്കാൻ ആഗ്രഹിക്കുന്ന ഹാബിറ്റ് ആണെങ്കിൽ അതിന് അനുകൂലമായിട്ടുള്ള സാഹചര്യങ്ങൾ അല്ലെങ്കിൽ അതിന് പ്രതികൂലമായിട്ടുള്ള സാഹചര്യങ്ങൾ മാറ്റിവെക്കും. ഫോർ എക്സാമ്പിൾ പറയാണ്, മൊബൈൽ ഫോൺ നോക്കുന്നതാണ് എൻ്റെ ഒരു ഡിസ്ട്രാക്ഷൻ. ഞാൻ വർക്ക് ചെയ്യുന്ന സമയത്ത് മൊബൈൽ ഫോൺ നോക്കുന്നതാണ് ഡിസ്ട്രാക്ഷൻസ് വെച്ചെങ്കിൽ എനിക്ക് ഏറ്റവും സിമ്പിൾ ഞാൻ ചെയ്യുന്ന ഒരു മെത്തേഡ് എന്ന് വെച്ചാൽ മൊബൈൽ ഫോൺ നേരെ ഫ്ലൈറ്റ് മോഡിലേക്ക് ഇട്ടിട്ട് ഒരു റൂമിൽ കൊണ്ടുവെക്കും. ആ റൂമിൽ നിന്ന് മാറിയിട്ട് ഇപ്പുറത്തെ റൂമിൽ നിന്നിട്ടായിരിക്കും എന്ത് ചെയ്യുക, ഞാൻ വർക്ക് ചെയ്യുക. അപ്പൊ ആ മൊബൈൽ ഫോണിന്റെ ഡിസ്ട്രാക്ഷൻ മാറും. ഓക്കെ, അത്രയും സമയം വർക്ക് ചെയ്യാൻ പറ്റും. ഇപ്പൊ ടി വി കാണുന്നതാണ് ഡിസ്ട്രാക്ഷൻ, ടിവിന്റെ റിമോട്ട് വേറെ എവിടെയെങ്കിലും കൊണ്ടുപോയിട്ട് എന്ത് ചെയ്യുക, മാറ്റി വെക്കുക. ഇങ്ങനെ ആണ് നമുക്ക് എന്താണ് ആ പോയിന്റ് നമ്മൾ ആദ്യം ഐഡന്റിഫൈ ചെയ്യാം. ഐഡന്റിഫൈ ചെയ്തിട്ട് അതിനെ നമുക്ക് എഗെയിൻസ്റ്റ് ആക്കി മാറ്റുന്ന ഒരു ആക്ഷനിലേക്ക് കൂടെ നമ്മൾ പോവാം. ക്ലിയർ ആണോ? ഓക്കെ, താങ്ക് യു സർ. ഓക്കെ, താങ്ക് യു സർ. ബഷീർ സർ. മാജിക് മോർണിംഗ്. മാജിക് മോർണിംഗ്. നല്ലൊരു ക്ലാസ് ആയിരുന്നു സർ. നമ്മൾ കൺസിസ്റ്റന്റ് ആയിട്ട് ഡിസിപ്ലിനോട് കൂടി ചെയ്താൽ, ഫോക്കസ് ചെയ്ത് പോവുകയാണെങ്കിൽ നമുക്ക് ലക്ഷ്യത്തിലെത്തും. അതിൻ്റെ ഇടയിൽ സുബ്രഹ്മണ്യൻ സാർ പറഞ്ഞ മാതിരി വളരെയധികം ഡിസ്ട്രാക്ഷൻസ് വന്നുകൊണ്ടിരിക്കും. അത് കൺട്രോൾ ചെയ്യാനാണ് നമ്മൾ ഈ ഡിസിപ്ലിൻ ആദ്യം ഡിസിപ്ലിൻ ഉണ്ടാക്കിയെടുക്കണം. മൈൻഡ് കൊണ്ട് ഫിസിക്കലായിട്ടും എല്ലാ ഡിസിപ്ലിൻഡ് ആയിട്ട് പോകുമ്പോൾ നമുക്ക് നമ്മൾ ഫോക്കസ് ചെയ്ത ഗോളിലേക്ക് എത്താൻ പറ്റും. ഇനി നല്ലൊരു ക്ലാസ് ആയിരുന്നു സർ. താങ്ക് യു വെരി മച്ച്. ഓക്കെ, താങ്ക് യു സർ. ബീന മാം. ഹലോ, മാജിക് മോർണിംഗ് സാർ. ഗോള് നേടണമെങ്കിൽ, ആ ലക്ഷ്യത്തിലേക്ക് എത്തണമെങ്കിൽ കുറേ മാറ്റം വരുത്താനുണ്ട്. അതുകൊണ്ട് എക്സ്ട്രാ ഓർഡിനറി പേഴ്സൺ ആവാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് സ്വയം ഇനിയും മോർ ചേഞ്ച് ഐ ക്യാൻ. താങ്ക് യു സർ. ഓക്കെ, ദിവ്യ മാം. നമ്മള് ഇതിൽ പറയുന്നത് പോലെ, അറ്റോമിക് ഹാബിറ്റ്സിൽ പറയുന്നത് പോലെ, ഓരോ ദിവസവും 1% നമ്മുടെ വളർച്ച നമ്മളുടെ ചെയ്യുന്ന കാര്യത്തിൽ ഉണ്ടാകുക എന്നുള്ളതാണ്. കണ്ടിന്യൂറ്റിയോടുകൂടി ചെയ്യുക കാര്യം എന്നുള്ളതാണ്. അപ്പോൾ തീർച്ചയായിട്ടും നമ്മൾ ആ ഒരു ലക്ഷ്യത്തിൽ എത്തിച്ചേരാൻ പറ്റും. അതല്ലെങ്കിൽ നമ്മളൊരു ഒരു ലൈനിൽ തന്നെ പോകുമ്പോൾ നമുക്ക് കുറച്ച് കഴിയുമ്പോൾ നമുക്ക് മടുപ്പ് വരും. എപ്പോഴും നമ്മളുടെ ലൈഫിൽ വളർച്ച വേണമെങ്കിൽ 1% നമ്മൾ അപ്ഗ്രേഡ് ആയിട്ട് കൊണ്ടിരിക്കുക എന്നുള്ളതാണ്. താങ്ക് യു ദിവ്യ മാം. ഓക്കെ, ഹഫ്നിസ മാം. മാജിക് മോർണിംഗ് സാർ. നല്ലൊരു സെഷൻ ആയിരുന്നു സാർ. അതിലിപ്പോ മനസ്സിലായത് ട്രസ്റ്റ് ദി പ്രോസസ് ആണ്, അതായത് ട്രസ്റ്റ് ദി യൂണിവേഴ്സും കൂടിയാണ്. അതുപോലെ നമ്മൾ ഇന്നത്തെ ആ എക്സാമ്പിൾ വളരെ ഭംഗിയായി സാർ. തേങ്ങ നമുക്ക് ഉപയോഗിക്കണമെങ്കിൽ നമ്മൾ എന്തൊക്കെ ചെയ്യണം എന്നുള്ളത് മനസ്സിലായി. അതേമാതിരി നമ്മൾ ഉത്തരവാദിത്തോട് കൂടിയിട്ട് കാര്യങ്ങൾ മുന്നോട്ട് പോയാൽ മാത്രമേ നമ്മൾ ലക്ഷ്യത്തിലേക്ക് എത്തുള്ളൂ. അപ്പൊ ആ പ്രോസസ്സ് നമ്മൾ എൻജോയ് ചെയ്യണം, ട്രസ്റ്റ് ചെയ്യണം എന്നുള്ളതാണ്. താങ്ക് യു വെരി മച്ച് സാർ. ഓക്കെ, താങ്ക് യു മണി സർ. ദെൻ അഫ്നിസ മാം, ജസ്റ്റ് ഒരു 2 വേർഡ്സിൽ പറയാട്ടോ എല്ലാവരും. ഓക്കെ സർ. സർ പറഞ്ഞ പോലെ നമുക്ക് അച്ചീവ് ഫോക്കസ് ചെയ്യണമെങ്കിൽ നമ്മൾ നല്ലോണം ട്രൈ ചെയ്താൽ നമുക്കത് ചെയ്യാൻ പറ്റും. അങ്ങനെ ഒരു സംഭവം എൻ്റെ ലൈഫിൽ ഉണ്ടായിട്ടുണ്ട്. അപ്പൊ ഇവിടെ ഒരു സർ പറഞ്ഞ പോലെ വെയിറ്റ് കുറക്കുന്ന കാര്യം, അത് ഞാൻ അത്രയും, കാരണം എനിക്ക് 45 കൂടാൻ പാടില്ല വെയിറ്റ്. അപ്പൊ അത്രയും ഞാൻ ശ്രമിച്ചിട്ട് ഇപ്പൊ എനിക്ക് 43 എന്താ പറയാ, അതിൽ തന്നെ നിൽക്കുന്നുണ്ട് ഇപ്പൊ. അതിന്ന് കൂടുകയും ചെയ്യുന്നില്ല, കുറയുകയും ചെയ്യുന്നില്ല. അപ്പൊ അത്രയും ഞാൻ ആ ഒരു എഫേർട്ട് എടുത്തത് കൊണ്ട് മാത്രമാണ് ഈ ഒരു കാര്യം എനിക്ക് ചെയ്യാൻ പറ്റിയത്. പിന്നെ എനിക്ക് കുറച്ച് ഫിസിക്കലി മൂവ്മെന്റ്സ് ഒക്കെ കുറവായിരുന്നു. അപ്പൊ അതെന്ത് ചെയ്യും എന്ന് ഞാൻ വിചാരിച്ചിങ്ങനെ നിന്നപ്പോഴാണ് എനിക്ക് സാറിന്റെ സലീന മാമിന്റെ സൂംബ ക്ലാസ്സിൽ ജോയിൻ ചെയ്തതും പിന്നെ എനിക്ക് ആ ഒരു ഞാൻ വിചാരിച്ച കാര്യങ്ങളൊക്കെ എനിക്ക് ചെയ്യാൻ പറ്റിയതും. അപ്പൊ അങ്ങനെ ഒക്കെ ഉണ്ടായിരുന്നു സർ. ഞാൻ കൂടുതൽ പറയുന്നില്ല. താങ്ക് യു സർ. താങ്ക് യു അഫ്നിസ മാം. ജാസ്മിൻ റഫീഖ്. ജാസ്മിൻ മാം. ഓക്കെ,
ജെസ്സി മാം നമുക്ക് വേണമെങ്കിലേ ഒരു 1 വേർഡ് പറഞ്ഞിട്ട് പോകാനാണ്. ജസ്റ്റ് ഒരു നിങ്ങൾക്ക് ഇന്നത്തെ സെഷനിൽ നിന്ന് കിട്ടിയിട്ടുള്ള വേർഡ് മീൻസ് നിങ്ങൾക്ക് ഒരൊറ്റ പോയിന്റ് ഉണ്ടായിരിക്കുള്ളൂ. ആ ഒരു പോയിന്റ് ക്ലിയർ ചെയ്ത് പോവുകയാണെങ്കിലും ബെറ്റർ ആയിരിക്കും. മാജിക് മോർണിംഗ് എനിക്ക് കിട്ടിയിട്ടുള്ളത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ട്രസ്റ്റ് ദ പ്രോസസ്, ഡോണ്ട് ക്വിറ്റ് ചെയ്യാതെ മുന്നോട്ട് പോവുക. കാര്യങ്ങൾ നല്ല സക്സസ് ആയിട്ട് മുന്നോട്ട് വരും, നമ്മുടെ കൂടെ വരും, യൂണിവേഴ്സ് നമ്മളെ കൂടെ നിൽക്കും. താങ്ക് യു സോ മച്ച്. ഓക്കെ, താങ്ക് യു ജെസ് മാം. കീർത്തന സാർ പറഞ്ഞ പോലെ ട്രസ്റ്റ് ചെയ്താൽ മാത്രമേ നമുക്ക് ഗോൾ അച്ചീവ് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, താങ്ക് യു സാർ. ഓക്കെ, നജില. മാജിക് മോർണിംഗ് സാറ് പറഞ്ഞ പോലെ തന്നെ നമ്മൾ ക്വിറ്റ് ചെയ്യാതെ മുന്നോട്ട് പോവുക. ഇപ്പൊ ഒരു ചെടി നടുകയാണെങ്കിൽ പോലും നമ്മൾ അതിന്റെ വളർച്ച ആസ്വദിക്കും. ഇപ്പൊ ഒരു വിത്ത് നടുകയാണെങ്കിലും അതിന്റെ ഓരോ പ്രോസസ്സും നമ്മൾ ആസ്വദിച്ചില്ലെങ്കിൽ അത് കുറച്ച് ദിവസം നമ്മൾ നനച്ച്, ചിലപ്പോൾ ചിലർ അങ്ങനെയാണ്, നമ്മുടെ ലൈഫിലെ കാര്യം പോലെ തന്നെയാണ്, 2 ദിവസം നനച്ച് പിന്നെ അത് വളരുന്നില്ല തിരിച്ച് വിടും. അതേപോലെ തന്നെ നമ്മുടെ പേഴ്സണൽ ലൈഫിൽ നമ്മൾ ചെയ്യുന്ന ഓരോ കാര്യം കുറച്ച് ദിവസം ചെയ്ത് പിന്നെ അത് വിടും. അപ്പൊ അത് വിടാതെ നമ്മൾ തുടർച്ചയായിട്ട് കണ്ടിന്യൂസ് ആയിട്ട് പ്രോസസ്സ് ചെയ്തുകൊണ്ടിരിക്കുക. അതേപോലെ തന്നെ ക്വിറ്റ് ചെയ്യാതെ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുക. എങ്കിൽ മാത്രമാണ് നമുക്കത് സക്സസിലേക്ക് എത്തിക്കാൻ പറ്റുള്ളൂ. അപ്പൊ ഓരോ വളർച്ചയും ആസ്വദിച്ച് ചെയ്യുക എല്ലാവരും. താങ്ക് യു. ഓക്കെ, താങ്ക് യു. റൊസാലിമ. നിങ്ങളുടെ കയ്യിൽ എന്നതല്ല, മറിച്ച് നിങ്ങളുടെ കയ്യിലുള്ളതിനെ നിങ്ങൾ എങ്ങനെ യൂസ് ചെയ്തു എന്നതിനനുസരിച്ചായിരിക്കും നിങ്ങളുടെ വിജയം. ഓക്കെ, സനീർ സർ. താങ്ക് യു. സനീർ സർ. ഓക്കെ, ഷൈനി മാം. ഓക്കെ, ഷനീർ സർ അൺമ്യൂട്ട് ചെയ്തിട്ടുണ്ട്. സനീർ സർ കേൾക്കാം. മാജിക് മോർണിംഗ്. ഓക്കെ, മാജിക് മോർണിംഗ് സർ. മാജിക് മോർണിംഗ് സാർ, നമ്മൾ ഗോളുകൾ ഉണ്ടെങ്കിൽ തന്നെ നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഗോളുകളിലേക്ക് നമ്മൾ കടന്നു പോകുന്ന വഴികൾ കുറച്ചൊരു കഠിനമായിരിക്കും. ആ ഗോള് നമുക്ക് അച്ചീവ് ചെയ്യണമെങ്കിൽ കുറച്ചൊരു ബുദ്ധിമുട്ട് ഉണ്ടാവുന്നുണ്ടെങ്കിൽ തന്നെ നമ്മൾ തുടർച്ചയായി പിന്തുടർന്ന് പോവുക. എന്നാൽ മാത്രമേ നമുക്ക് ആ ഗോളുകൾ നേടാൻ വേണ്ടി സാധിക്കുള്ളൂ. സാറ് പറഞ്ഞ ഉദാഹരണങ്ങൾ ഏറ്റവും നല്ല ഉദാഹരണം ഷാരൂഖ് ഖാൻ ഉദാഹരണം തന്നെയായിരുന്നു. താങ്ക് യു സാർ, താങ്ക് യു. ഓക്കെ, താങ്ക് യു സർ. ഷൈനി മാം. നമ്മൾക്ക് ഒരു ഗോൾ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിനുള്ള ഒരു പ്രോസസ്സിനെ ട്രസ്റ്റ് ചെയ്യുക. അതുപോലെ തന്നെ ക്വിറ്റ് ചെയ്യാതെ മുന്നോട്ട് പോവുക. അത് സ്റ്റക്ക് ആകുമ്പോഴൊക്കെ നമ്മൾ വീണ്ടും വീണ്ടും നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിനോട് ചോദിച്ച് തന്നെ അതിനുള്ള മറുപടികൾ കണ്ടെത്തുക. അതുപോലെ തന്നെ യൂണിവേഴ്സ് നമുക്ക് താങ്ങാൻ കഴിയാത്തതൊന്നും തന്നെ തരൂല എന്നുള്ളത്, ഒരു പരീക്ഷണം തരില്ല എന്നുള്ളത് ആണ് എനിക്ക് ഈ ക്ലാസ്സിൽ നിന്ന് കിട്ടിയൊരു പുതിയ പോയിന്റ്. മറ്റേത് ഞാൻ എപ്പോഴും ചിന്തിച്ചിരുന്നത് നമുക്ക് എല്ലാം ഒരു പരീക്ഷണമായിട്ട് വരുന്നു എന്നുള്ളതാണ്. ഒരു നല്ലൊരു പോയിന്റാണ് സാർ. താങ്ക് യു സാർ. നല്ലൊരു സെക്ഷനുമായിരുന്നു. താങ്ക് യു. ഷീജ മാം. ഹായ്, മാജിക് മോർണിംഗ്. നല്ലൊരു സെഷൻ ആയിരുന്നു സർ. നമുക്കറിയാവുന്ന ടോപ്പിക്സ് ആണെങ്കിലും ആ കണ്ടിന്യൂസ് ആയിട്ടുള്ള എഫേർട്സ് നമ്മൾ ഇടാത്തത് കൊണ്ട് കുറെ എനിക്കാണെങ്കിലും ഗോൾസ് അച്ചീവ് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടാവാറുണ്ട്. എനിക്കൊരു ഡൗട്ടുള്ള എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഈ ഫുഡിന്റെ ക്രേവിങ്സ് അത് കൺട്രോൾ ചെയ്യാനുള്ള എന്തെങ്കിലും ഒരു ടിപ്സ് സാറിന് സജസ്റ്റ് ചെയ്യാൻ പറ്റുമോ? എന്താണ് ഫുഡ് ക്രേവിങ്സ്? നമുക്കിപ്പോ ഞാനൊരു ഫുഡ് കൺട്രോൾ ചെയ്യണം എന്ന് വിചാരിച്ചിട്ടിരിക്കുന്നതാണ്, ഈ അൽഫാം മന്തി പോലെയുള്ള. പക്ഷെ എല്ലാ ഡേയും ഇപ്പൊ നമുക്ക് ആ ഒരു ക്രേവിങ്സ് വന്നുകൊണ്ടേയിരിക്കും. സ്മെല്ല് വന്നു കഴിയുമ്പോൾ അത് കഴിക്കാൻ തോന്നും. അത് അങ്ങോട്ട് ക്രോസ് ചെയ്യാൻ പറ്റുന്നില്ല. എന്താ നിങ്ങളെ മൈൻഡ് പറയുന്നത്? എനിക്കത് നിർത്തണമെന്നുണ്ട്. അത് മന്ത്ലി വൺസ് ആക്കാം, അല്ലെ വീക്ക്ലി വൺസ് ആയിട്ട് കുറയ്ക്കാം, അങ്ങനെയൊക്കെ വിചാരിക്കാം. പക്ഷെ നമ്മൾ വിചാരിച്ച് വൈകുന്നേരം വിശന്ന് കഴിയുമ്പോഴേക്കും ഓട്ടോമാറ്റിക് ആയിട്ട് കഴിച്ചു പോകും. അപ്പൊ നിങ്ങളെ മൈൻഡ് നിങ്ങൾ എന്താ പറയുന്നത്? വിശക്കുമ്പോൾ കഴിക്കാനുള്ളൊരിത് തോന്നും, കഴിച്ചു കഴിയുമ്പോൾ ഒരു കുറ്റബോധം തോന്നും. കഴിച്ചു കഴിയുമ്പോൾ ഒരു കുറ്റബോധം തോന്നും. ഓക്കെ, അപ്പൊ നിങ്ങളിപ്പോ നിങ്ങളെ മൈൻഡ് ഇങ്ങനെ പറയുന്നില്ലേ, ഞാനത് ഇങ്ങനെ ഒരു തീരുമാനം എടുക്കും, എന്നെ കൊണ്ട് തീരുമാനം നടപ്പിലാക്കാൻ പറ്റില്ല എന്നുള്ളത് നിങ്ങളുടെ എക്സ്പീരിയൻസ് പറയാറുണ്ടോ? ഹലോ, ഈ ഫുഡ് കൺട്രോളിങ് എനിക്ക് ബുദ്ധിമുട്ടാണെന്ന് നിങ്ങളുടെ മൈൻഡ് പറയാറുണ്ടോ? അത് ചില സമയത്ത്. ഹലോ, ചില സമയത്ത് പറയാറുണ്ട്. ഓക്കെ, അപ്പൊ അത് ചേഞ്ച് ചെയ്താൽ മതി. അത് നിങ്ങൾ പ്രശ്നമില്ല. ക്ലിയർ ആണോ? അതായത് നിങ്ങളെ മൈൻഡിന്
ഈ ഫുഡ് ക്രേവിംഗ് ആണ് എന്നുള്ള സംഭവങ്ങൾ പ്രോഗ്രാം ചെയ്ത് വെച്ച വ്യക്തി ആരാ? നമ്മൾ തന്നെയാണ്. അതാരാണ് റീപ്രോഗ്രാം ചെയ്യേണ്ടത്? ഞാൻ തന്നെ ചെയ്യണം. അപ്പൊ റീപ്രോഗ്രാമിംഗ് എങ്ങനെ ചെയ്യാം? ഞാൻ സബ് കോൺഷ്യസ് മൈൻഡിനോട് പറഞ്ഞുകൊണ്ടിരിക്കണം എനിക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും. ചെയ്യാൻ പറ്റില്ല. ഓക്കെ, ഈ ഫുഡ് കൺട്രോളിങ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന റിസൾട്ട് എന്താണ്? ഹെൽത്തിന് നല്ലൊരു വ്യത്യാസം ഉണ്ടാവും ബോഡിക്ക്. അപ്പൊ ആ സാധനത്തിന് അഫർമേഷൻ ആയിട്ട് കൊടുക്കുക. ഓക്കെ, എനിക്ക് ഫുഡ് കൺട്രോൾ ചെയ്യാൻ സാധിക്കും, ഫുഡ് കൺട്രോൾ ചെയ്യാൻ സാധിക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളെ സബ് കോൺഷ്യസ് മൈൻഡ് എന്ത് ചെയ്യില്ല, അത് വിശ്വസിക്കില്ല. കാരണം നിങ്ങളെ പ്രീവിയസ് എക്സ്പീരിയൻസ് ഇങ്ങനെ സബ് കോൺഷ്യസ് മൈൻഡ് ഇങ്ങനെ അലട്ടിക്കൊണ്ടിരിക്കും. അപ്പൊ നമ്മൾ വീണ്ടും വീണ്ടും അതിലേക്ക് പോകും. ഓക്കെ, അതിന് പകരം നിങ്ങൾക്ക് എന്ത് റിസൾട്ട് ആണ് വേണ്ടത് ആ റിസൾട്ട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക. അപ്പോൾ എക്സാമ്പിൾ ആണെങ്കിൽ എനിക്ക് നിങ്ങൾ ആഗ്രഹിക്കുന്ന വെയിറ്റുള്ള ഇതിലുള്ള ഒരു ബോഡി എനിക്കുണ്ട്, ഞാൻ വളരെ ഹെൽത്തി ബോഡി ഉള്ള ഒരാളാണ്. ഈ അഫർമേഷൻസ് ഇങ്ങനെ കൊടുക്കുക. അപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ആ സാധനം കൺട്രോൾ ആവും. ഫുഡ് കൺട്രോൾ ചെയ്യാൻ വേണ്ടി ട്രൈ ചെയ്യരുത്. ഓക്കെ, ഫുഡ് കൺട്രോൾ ചെയ്യാനോ അതിന്റെ കാര്യങ്ങൾക്കൊന്നും ട്രൈ ചെയ്യരുത്. നിങ്ങൾക്ക് അതിന് റിസൾട്ട് വേണ്ടത് എന്താണ്? ഫുഡ് കൺട്രോളിംഗ് അല്ലല്ലോ. ഓക്കെ, നിങ്ങൾക്ക് ഫുഡ് കഴിക്കാതിരിക്കാണോ വേണ്ടത്? നിങ്ങൾക്ക് ഈ റിസൾട്ട് ആണോ വേണ്ടത്? റിസൾട്ട് ആണ് വേണ്ടത്. മമ്മൂട്ടി പഠിപ്പിച്ചെന്ന കാര്യമാണ് ഞാൻ ഫോക്കസ് ചെയ്യുന്നത്. ഓക്കെ, ഇഷ്ടമുള്ള എല്ലാം ഭക്ഷിക്കുക, ഇഷ്ടമുള്ളത്ര കഴിക്കാതിരിക്കുക. ക്ലിയർ ആണോ? ഇഷ്ടമുള്ള എല്ലാം കഴിക്കുക, ഇഷ്ടമുള്ള അത്ര കഴിക്കാതിരിക്കുക. പിന്നെ പിന്നെ സീറോ ലിമിറ്റ്സ് എന്ന പുസ്തകത്തിലുണ്ട്. അതിൽ പറയുന്ന സംഭവം എന്ന് വെച്ചാൽ ഒരു ഫുഡും നമുക്ക് ശരിക്ക് സൈക്കോളജിക്കലി അല്ല ഇങ്ങനെ പിന്നെ സയന്റിഫിക്കലി ഇതാണെങ്കിൽ നമ്മളൊരു ഫുഡ് കഴിക്കുന്ന സമയത്ത് ഇത് എനിക്ക് ദോഷമായിരിക്കും എന്ന് നമ്മൾ ചിന്തിച്ച് നമ്മൾ സബ് കോൺഷ്യസ് കൊണ്ട് പറഞ്ഞാൽ നമുക്ക് ദോഷമാവും. ഇനിയിപ്പോൾ ഒരു ഫുഡ് കഴിച്ചു, ഇറ്റ്സ് ഓക്കെ. ഇപ്പൊ വിഷം കഴിച്ചിട്ടല്ല പറയുക, ഫുഡ് കഴിച്ചിട്ട് ഇറ്റ്സ് ഓക്കെ, അതുകൊണ്ട് എന്റെ ശരീരത്തിന് വലിയൊരു ബുദ്ധിമുട്ട് വരില്ല നമ്മൾ വിശ്വസിച്ച് കഴിഞ്ഞാൽ ആ ശരീരം അതിന് വേണ്ടി പ്രവർത്തിക്കും. അപ്പൊ ഇതിന് എല്ലാ ഫുഡും കഴിക്കാനല്ല, ഫുഡ് കൺട്രോൾ ചെയ്യാനും വേണ്ടി ട്രൈ ചെയ്യുന്നതിന് പകരം നിങ്ങൾ എന്ത് ചെയ്യുക? ഞാൻ എന്റെ ലൈഫിൽ കീപ്പ് ചെയ്യുന്ന സാധനം ഒന്ന് മമ്മൂട്ടി രണ്ട് ഞാൻ കീപ്പ് ചെയ്ത് വേറെ പോളിസി എനിക്ക് ഒരാൾ പറഞ്ഞതാണ്. ഒരു തവണ നമ്മൾ ഭക്ഷണം അങ്ങനെ കഴിച്ചിട്ട് എനിക്ക് കുറച്ചും കൂടെ കഴിക്കാൻ തോന്നുന്ന എന്റെ മൈൻഡ് പറയുന്ന സമയത്ത് ഞാൻ എന്ത് ചെയ്യും? അതിനെ സ്റ്റോപ്പ് ചെയ്യും. കുറച്ചും കൂടെ കഴിക്കാൻ തോന്നുന്ന സമയത്ത് എന്ത് ചെയ്യും? ഇങ്ങനെ സ്റ്റോപ്പ് ചെയ്യും. അതിങ്ങനെ ശീലമായി കഴിഞ്ഞാൽ പിന്നെ നമുക്കത് വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. ഞാൻ കീപ്പ് ചെയ്യുന്ന പോളിസിയാണ്. ആ സംഭവങ്ങൾക്ക് നല്ല റിസൾട്ട് തരും. പിന്നെ ഇതിന്റെ അഫർമേഷനോ ഫുഡ് കൺട്രോളിങ്ങിനെ കുറിച്ച് ചർച്ച ചെയ്യാനോ ഫുഡ് കൺട്രോളിങ്ങിന്റെ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാനോ ഒന്നും നിൽക്കരുത്. അതിനെല്ലാം പകരം എന്ത് ചെയ്യാം? നേരെ ഓപ്പോസിറ്റ് ഉള്ള കാര്യങ്ങൾ ചെയ്യും. കാരണം നേരെ കാര്യങ്ങൾ ചെയ്യാം. ഗോപി, നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാം. ഓക്കെ സാർ. ഓക്കെ, അപ്പോൾ താങ്ക് യു സോ മച്ച് ടു ഓൾ. അപ്പോൾ നന്നായിട്ട് എല്ലാവരും ഇതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുണ്ട്. സോ എനിവേ നിങ്ങൾക്ക് ഇനി എന്തെങ്കിലും ഡൗട്ട്സോ ഫീഡ്ബാക്കോ കാര്യങ്ങൾ ഗ്രൂപ്പ് ത്രൂ അറിയിക്കാവുന്നതാണ്. എനിവേ സർ താങ്ക് യു സോ മച്ച് ഫോർ ദി സെഷൻ. സോ താങ്ക് യു ഫോർ ആൾ. നമുക്ക് സെഷൻ വൈൻഡ് അപ്പ് ചെയ്യാം. Thank you all.